بسم الله الرحمن الرحيم يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. അർത്ഥഗർഭമായ വാക്കുകളിലൂടെ നമ്മളോട് സംസാരിച്ച ആദരണീയ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അവർക്ക് സംഘടനയുടെ പേരിൽ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രമേയ വിശദീകരണത്തിനു വേണ്ടി നമ്മുടെ യുവ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായ റാഫി പേരാമ്പ്ര അവരെ ആദരവോടെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. ബഹുമാന്യരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ്, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, പടച്ച തമ്പുരാന്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതം, മാനവികത, നവോത്ഥാനം എന്ന ശ്രദ്ധേയമായ പ്രമേയമുയർത്തി കേരളത്തിൽ ഒരു നൂറ്റാണ്ടുകാലമായി നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ 8ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരിയിൽ മലപ്പുറത്തെ എടരിക്കോട് വെച്ച് നടക്കുന്നതിൻ്റെ പ്രചരണാർത്ഥം ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിനിടയിൽ സജീവമായ ചർച്ചയാകുക എന്നുള്ളതാണ് ഈയൊരു സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശിഷ്യ നമുക്കറിയാം, ആധുനിക ലോകം ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേറെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പുകളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരമൊരു കാലഘട്ടത്തിൽ ലോകത്ത് ഏത് വിവരങ്ങളെയും നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ സ്വന്തം കടമകളും കടപ്പാടുകളും എങ്ങനെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പുനരാലോചന മനുഷ്യ സമൂഹം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വർത്തമാനകാല ചിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. അടുക്കള മുതൽ അങ്ങാടി വരെ വ്യാപിച്ചു കിടക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന അരുതായ്മകളും അധാർമികതകളും ലോകത്ത് ഇന്നൊരു വാർത്തയാകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളതിനെക്കുറിച്ചോ അപ്പുറത്ത്
തൻ്റേതായ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ലോകത്ത് നിലനിൽക്കണമെന്നാണ് ഇവിടെയുള്ള ലോകരാഷ്ട്രങ്ങൾ മുതൽ ചെറിയ ചെറിയ സംഘങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ മലാല യൂസഫ് എന്ന് പറയുന്ന പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ ലോകത്ത് ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ വരെ പ്രസംഗിക്കുവാനും ഐക്യരാഷ്ട്രസഭയിൽ വരെ സെലിബ്രേറ്റ് താരങ്ങളോടൊപ്പം നിന്ന് വിഷയം അവതരിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ മലാല യൂസഫിന് ലോകം നൽകിയപ്പോൾ കഴിഞ്ഞ ദിവസം പെരുന്നാളിന് മുമ്പ് വല്യമ്മയോടൊപ്പം വെണ്ട പറിക്കാൻ പോയ നബീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിദാരുണമായി അമേരിക്കൻ പട്ടാളത്താൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുവാൻ പോലും ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളയിടത്ത് മരവിച്ചുപോയ മാനവികതയാണ് ലോകത്ത് മുഴുവൻ ഉയർന്നു കേൾക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾ എത്രയാണ്. ഇവിടെ ആരെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ആരെ ബഹുമാനിക്കുന്നു? ഒരാൾക്കും ഒരാളോട് ബഹുമാനമില്ലാത്ത മനുഷ്യർ തമ്മിൽ പാലിക്കേണ്ട പല മര്യാദകളും അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അവിടെ അവർ കാണുന്നത്, അവിടെ അവർ മനസ്സിലാക്കുന്നത്, അവരുടെ മുമ്പിൽ അവരുടെ ജീവിതത്തെ ആസ്വദിക്കുവാൻ അവർക്ക് ലഭിക്കുന്ന സുഖങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറ തീർച്ചയായും ആലോചിക്കുന്ന വസ്തുതകൾ പലപ്പോഴും അപകടം നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ അവർക്ക് തടസ്സമാകുന്നത് അവരുടെ മാതാപിതാക്കളാണെങ്കിൽ അവരെ അവർ ഒഴിവാക്കും. അതിനുമപ്പുറത്ത് അവരുടെ അയൽവാസികളാണെങ്കിൽ അവരെയും വകവരുത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തകരുമല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഗൃഹസന്ദർശനം നടത്താറുണ്ട്. അങ്ങനെ ആ സന്ദർശനത്തിനിടയിൽ ഒരു വീട്ടിൽ കയറി ചെന്നു പ്രായമായ വൃദ്ധയായ മാതാവിനെ അന്വേഷിച്ചു. അവര് പറഞ്ഞു, മാതാവ് ഇവിടെ ഇല്ല. ആ പറയലിൽ എന്തോ ഒരു സംശയം. ആ സംശയത്തിന്മേൽ അവിടെയുണ്ടായിരുന്ന പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തകർ അന്വേഷിച്ചപ്പോ അവർക്ക് അവരുടെ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച, കാലിത്തൊഴുത്തിനപ്പുറത്തൊരു ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അതിനപ്പുറത്ത് സ്വന്തം മാതാവിനെ കാഷ്ടങ്ങളിലും മൂത്രങ്ങളിലും കാലിട്ടടിക്കുന്ന ഒരു വയോവൃദ്ധയെ ഉപേക്ഷിക്കപ്പെട്ട അക്ഷര കേരളത്തിന്റെ തിരുമുറ്റത്ത് വർത്തമാനകാല യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. എവിടെ എത്തി നമ്മൾ? ഇതാണ് മനുഷ്യന്റെ മരവിച്ചുപോയ മാനവികതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ. പഠിക്കാത്ത കുട്ടികളെ അടിച്ച് പരിക്കേൽപ്പിക്കുവാനും, അദീതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ 8 ദിവസം പട്ടിണിക്കിട്ടുകൊണ്ട് പട്ടിക കൊണ്ട് പട്ടിയെ അടിക്കുന്നത് പോലെ അടിച്ച് കോഴിക്കോടങ്ങാടിയിൽ കൊന്നിട്ടത് രണ്ടാനമ്മയും അച്ഛനുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ വിപ്ലവങ്ങൾ ഒരുപാടുണ്ട്. പേരിനോടൊപ്പം ഇംഗ്ലീഷ് അക്ഷരക്കൂട്ടങ്ങളില്ലാത്തവർ കുറവാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിവരസാങ്കേതിക വിദ്യയിൽ വിരൽ തുമ്പുകളെ കൊണ്ട് വിസ്മയം തീർക്കുന്നവരും 20,000-ഓളം ഇന്ത്യക്കാരാണ് ചൊവ്വയിലേക്ക് പോകുവാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്ന അത്രയും ഭൗതിക തലങ്ങളിലെ പരമോന്നത പുരോഗതിയുടെ മടിത്തട്ടിൽ അഭിരമിക്കുന്നവരാണ് ആധുനിക മലയാളികൾ എന്ന് പറയുന്നത്. അവിടെയാണ് മനുഷ്യന്റെ ഇത്തരം വൈകാരികമായിരിക്കുന്ന പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതിയ മേഖലകൾ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതാണ് നേരത്തെ ബഹുമാന്യനായ ഹുസൈൻ മടവൂർ സാഹിബ് സൂചിപ്പിച്ചത്. ശാസ്ത്രങ്ങൾക്ക് കഴിയാത്തത് മതത്തിന് കഴിയും. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാവിനെ ഒറ്റപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. കാരണം പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു ഇസ്രായിലെ 21-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ ലോകത്തുള്ള മനുഷ്യരോട് പറയുന്ന ഒരു വാർത്ത വളരെ കൃത്യമായി ഖുർആൻ വിവരിക്കുന്നത്, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഹിസന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബർ
വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. മനുഷ്യരെ, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്ന പടച്ചതമ്പുരാൻ വിധിച്ചിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യകർമ്മം എന്താണ്? ആ പുണ്യകർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാവിനോട്, നിങ്ങളുടെ പിതാവിനോട്, നിങ്ങളുടെ ഉമ്മയോട്, അമ്മയോട്, ബാപ്പയോട്, അച്ഛനോട് നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള കടപ്പാടുകൾ നിറവേറ്റുക എന്നുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരു ദൈവവിശ്വാസിക്ക് ഒരിക്കലും തന്റെ മാതാവിനെ അവഗണിച്ചുകൊണ്ട് വൃദ്ധസദനങ്ങളിലോ കാരുണ്യാലയങ്ങളിലോ എത്തിക്കാൻ കഴിയില്ല. അമ്മയെന്ന് പറയുന്നത്, ഉമ്മയെന്ന് പറയുന്നത്, അച്ഛനെന്ന് പറയുന്നത്, ബാപ്പയെന്ന് പറയുന്നത് മനുഷ്യന്റെ വൈകാരിക തലങ്ങളിലെ ഒന്നാമത്തെ സ്ഥാനത്തുള്ളവരാണ്. സുഗതകുമാരിയെ പോലെയുള്ള കവയത്രികൾ മലയാളക്കരയിൽ പാടിയിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പം അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെയ്യുന്ന പണിയെക്കുറിച്ച്, ജോലികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അമ്മയ്ക്കെന്തൊരു മേളം, അച്ഛനു കാപ്പിയൊരുക്കാൻ, കൊച്ചനുജത്തിയെ നോക്കാൻ, എങ്കിലും അമ്മ സഞ്ചിയുമായി ഞാൻ പോകെ എന്നോട് നെറ്റിയിൽ ഉമ്മ തരുന്നു പൊന്നമ്മ എന്ന് പറയുന്ന അമ്മമാരെ അവഗണിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു ദൈവവിശ്വാസിക്ക് സാധ്യമല്ല. ദൈവവിശ്വാസിക്ക് സാധ്യമല്ല. കാസർഗോഡ് ജില്ലയിലെ വൃദ്ധദിനത്തിൽ, ലോക വൃദ്ധദിനത്തിൽ ഒരമ്മ ചോദിച്ചു, അല്ല, ഇത്രയും കാലം 10 മാസം ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മക്കൾ ഏറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ മക്കളെ ഒന്ന് വന്ന് കാണാൻ, അമ്മയെ വന്നൊന്ന് കാണാൻ പോലും സമയമില്ലാതെ പോയല്ലോ എന്ന മാതൃഹൃദയത്തിന്റെ തേങ്ങലുകളും ഒരുപാട് നൊമ്പരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന, കണ്ണുനീരുകൊണ്ടൊരു മഴ പെയ്യുകയായിരുന്നെങ്കിൽ ഇവിടെയൊരു പ്രളയം തന്നെ സാധ്യമാകുമാറ് വേദനകളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന അനേകായിരം മാതൃഹൃദയങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്ന വസ്തുത തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യ മാനവികത എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആലോചിച്ചു, നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ ഓരോ ദിവസത്തെ വാർത്താ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല. നമ്മളുടെ മാധ്യമങ്ങളിലെ ചർച്ചകൾക്ക് ഇതൊരു വാർത്തയല്ല. അവിടെ സെലിബ്രേറ്റ് താരങ്ങളുടെ വൃത്തികേടുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും അഭിപ്രായം തേടുവാനും ലജ്ജയില്ലാതെ അവരുടെ പിറകെ ക്യാമറയുമായി പോകുന്ന ആധുനിക മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന മാനവികത ഉയർത്തിപ്പിടിക്കുവാൻ ഇവിടെ മനുഷ്യ സ്നേഹികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതാ. എവിടെ എത്തി നമ്മൾ? ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റില് കുറെ ദിവസം എന്തോ ഒരു മണം വന്നു, ഒരു നാറ്റം. തൊട്ടടുത്തുള്ള കോർപ്പറേഷനിൽ വിളിച്ചു പറഞ്ഞു, ഏതോ ഒരു പട്ടി ചത്തിട്ടുണ്ട് ഇവിടെ എവിടെയോ, നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഒരു പട്ടി ചത്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കണം, സ്വന്തം അടുത്ത ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അടുത്താ? അവിടെ വന്നു നോക്കുമ്പോൾ എന്താ, അയൽവാസിയായിരിക്കുന്ന ഒരു സ്ത്രീ മരിച്ചിട്ട് ഏതാണ്ട് 3 ആഴ്ചകളായി. എവിടെ എത്തി നമ്മുടെ ലോകം? നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാ. കോർപ്പറേഷനിൽ വിളിച്ചിട്ട് പട്ടി ചത്തിരിക്കുന്നു, അതിനെ എടുത്ത് കുഴിച്ചിടണമെന്ന് പറയുന്ന സ്വന്തം അയൽവാസിയോടുള്ള ബാധ്യതകൾ മറന്നുപോയി താനും തന്റെ കുടുംബവും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചിത്രത്തെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ തന്റെ സന്തത സഹചാരിയായ അബൂദർ എന്ന് പറയുന്ന തന്റെ അനുചരനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അബൂദറേ, നീ കറി വെക്കുമ്പോൾ നീ ഇത്തിരി കൂടെ വെള്ളം ചേർത്തു വെക്കണം. നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണം. അയൽവാസിയുടെ വായുവും വെള്ളവും വെളിച്ചവും തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുവാൻ പാടില്ല. അതാരുമാവട്ടെ, നിന്റെ അയൽവാസി ഒരുപക്ഷെ ജൂതനാവാം, മുസ്ലിമാവാം, ഹിന്ദുവാവാം, ആരുമാവാം. അയൽവാസി എന്നുള്ള പരിഗണന കൊടുക്കുവാൻ മനുഷ്യർക്ക് കഴിയണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവികത ആധുനിക സമൂഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ പിടയുകയാണ് യഥാർത്ഥത്തിൽ. ഇതിന്റെ കാരണം എന്താ? അല്ലെ, ഞാനും എന്റെ ചില താല്പര്യങ്ങളും എനിക്ക് കണ്ടു രസിക്കുവാനും എനിക്ക് ആസ്വദിക്കുവാനും വിരൽത്തുമ്പുകളെ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്ന ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊന്നുമില്ല. ലോകത്ത് സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് പറയാൻ കഴിയുന്നൊരവസ്ഥയില്ല. ഇതിലൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഈ മാറ്റത്തിന് എന്തു വേണം? ദൈവവിശ്വാസത്തിലേക്ക് മനുഷ്യന്മാർ അടുത്തെടുത്തു വരണം. എങ്കിൽ മാത്രമേ ലോകത്ത് ഇത്തരം നന്മകൾ പ്രചരിക്കുള്ളൂ. ഭൗതിക പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നു. പലപ്പോഴും അതിനൊക്കെ ഒരുപാട് പരാജയങ്ങളും അപജയങ്ങളും സംഭവിച്ച് ലോകത്ത് വീണുപോയി.
ഇവിടെയാണ് മതം പറയുന്ന ഇത്ര വലിയ മാനവികതയും മതത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരങ്ങളെയും അടിച്ചു തകർക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൗരോഹിത്യവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മതത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. മതത്തെ പലപ്പോഴായിട്ട് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു നടത്തുവാൻ ചില ആളുകൾ ശ്രമിച്ചു. അവരുടെ വ്യാപാരത്തിനുള്ള ഉപാധികളായി മതത്തെ കൊണ്ടുപോയി നിർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ എന്തുണ്ടായി? മതത്തിന്റെ യഥാർത്ഥ മേഖലകളെ എല്ലാവരും മറന്നുപോയി. ആധുനിക സമൂഹം മതത്തെ വെറുത്തു. ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ സെലിബ്രേറ്റ് താരങ്ങളായ കായിക താരങ്ങളും സിനിമാ നടന്മാരും റിയാലിറ്റി ഷോകളിലെ അവതാരകന്മാരും മാത്രമായി അവരുടെ മുന്നിലെ കൺകണ്ട ദൈവങ്ങൾ. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അനുകരിക്കാൻ തുടങ്ങി. അനുകരിക്കാൻ പാടില്ലാത്ത പലതും അനുകരിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നപ്പോ സ്വാഭാവികമായും ലോകത്ത് പ്രശ്നങ്ങളുണ്ടായി. സ്വകാര്യതകൾ മനുഷ്യന്റെ അധാർമികതകളുടെ കൂത്തരങ്ങായി മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാൽ മതി, യുവാക്കളെ എടുത്ത് പരിശോധിച്ചാൽ മതി. അവരുടെ യാത്രകളും പലപ്പോഴും പല കഥകളും നാം കേൾക്കുമ്പോൾ ഇവരാണോ ഇതിന്റെ പിന്നിലെന്ന് അത്ഭുതത്തോടെ നോക്കിപ്പോകുമാറ് എല്ലാ രംഗങ്ങളും കലാപകലുഷിതമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഇതിന്റെ കാരണം എന്താണ്? മതത്തെ യഥാർത്ഥമായി മനസ്സിലാക്കണം. മതം എന്താണ്? മതം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്തിൽ മാത്രമേ മതവിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. മതം അറിയാത്ത ഒരു കാര്യമല്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചില ആചാരങ്ങളെക്കുറിച്ച്, അതെന്തുമാവട്ടെ, ചിലപ്പോൾ അത് നേർച്ചയാവാം, ചിലപ്പോൾ അത് വഴിപാടാവാം, ചിലപ്പോൾ അത് ഉത്സവങ്ങളാവാം, ചിലപ്പോൾ അത് ആണ്ട് നേർച്ചകളാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരിലാവാം. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ആചരിച്ചു പോരുന്നത് എന്ന് ചോദിച്ചാൽ അവര് പറയാറുള്ളത്, അത് ഞങ്ങളുടെ മതമാണ്, അത് ഞങ്ങൾക്കും ഇതാരാ, ഇതെന്താണ് ഇതിന്റെ അടിസ്ഥാനം? അടിസ്ഥാനം ചോദിക്കുമ്പോൾ പറയാറുള്ളത്, അടിസ്ഥാനമൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇത് പണ്ടേ ഞങ്ങൾ കണ്ടുവരുന്നു, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയാണ് മതം എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത്. മതം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ വിചാരിച്ചിരിക്കുന്ന രംഗം ഇതാണ്. പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങളെ താവയ്യായി കൈമാറ്റം ചെയ്യപ്പെടുകയും അത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതേപടി ചിന്തിക്കാതെ നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു ആചാരത്തെയും സമ്പ്രദായത്തെയും മതമെന്ന് തെറ്റിദ്ധരിച്ചിടത്താണ് ആധുനിക ലോകത്തിന് മതം എന്തു എന്ന് പഠിക്കുവാൻ മറന്നുപോയത്. പരിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു, അങ്ങനെയൊരു ദൈവവിശ്വാസം വേണ്ട. അങ്ങനെയല്ല വേണ്ടത്. ഫഅലം, പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, ഇൽമ് നേടണമെന്ന അറബിയിൽ പറഞ്ഞാൽ അഗാധമായി പഠിക്കണം. നിങ്ങൾ എന്തിനെക്കുറിച്ച്? പ്രപഞ്ചനാഥനെക്കുറിച്ച്, പ്രപഞ്ചനാഥന്റെ സവിശേഷതകളെക്കുറിച്ച്, ഈ ലോകത്തിന്റെ ആരാധ്യനെക്കുറിച്ച്, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെക്കുറിച്ച്, ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായ ജഗദീശ്വരന്റെ സ്വഭാവ മഹിമകളും ഗുണങ്ങളും പഠിച്ചു നിങ്ങൾ പ്രഖ്യാപിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അത് പറയുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം പ്രവേശിക്കുക. പക്ഷേ ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോരുന്നു. അതുകൊണ്ട് ആ ഖുർആൻ ലോകത്ത് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യമായി അല്ലാഹു ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. പടച്ച തമ്പുരാൻ ആരാണ്? ഐതിഹ്യങ്ങളിലെയും പുരാണങ്ങളിലെയും കെട്ടുകഥകളിലെയും ഒരു കഥാപാത്രമല്ല പടച്ച തമ്പുരാൻ. എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്ത് ഒരു മതത്തെ മാത്രമല്ല, ഒരു മതവിഭാഗത്തെ മാത്രമല്ല, കറുത്തവരെ മാത്രമല്ല, വെളുത്തവരെ മാത്രമല്ല, ദേശക്കാരെ മാത്രമല്ല, ഇന്ത്യക്കാരെ മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരെയും, ലോകത്തുള്ള സകല വസ്തുക്കളെയും, ലോകത്തുള്ള സസ്യലതാദികളെയും, സർവമാന വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്ന പടച്ച തമ്പുരാൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് നേരത്തെ ഇവിടെ പറയപ്പെട്ട അറബി ഭാഷയിൽ നാം വിളിക്കുന്ന അല്ലാഹു എന്ന് പറയുന്നത്. ആ പടച്ച തമ്പുരാനെ കുറിച്ച് നമ്മൾ എവിടെ നിന്ന് പഠിക്കണം? എവിടെന്നാ നമ്മൾ പഠിക്കേണ്ടത്? അല്ലെ, ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക, ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്ന പടച്ച തമ്പുരാൻ ഒരു കാലഘട്ടത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടതല്ല. മാതാമൃതാനന്ദമയി ദേവി 60-ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ 60 ആണ്ടുകൾക്ക് ശേഷം, 60 ആണ്ടുകൾക്ക് മുമ്പ്, 60 വർഷങ്ങൾക്ക് മുമ്പ് അമൃതാനന്ദമയി ദേവി എവിടെയായിരുന്നു? ആരാധിക്കപ്പെടാൻ പറ്റുമോ? ലോകത്ത് ഒരു കാലഘട്ടത്തിലേക്ക് ജനിച്ചതല്ല,
സായിബാബ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ 40 ലക്ഷം സായി ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ രക്ഷിക്കണേ എന്ന്. അല്ലേ? ആരോട്? ദൈവത്തെ രക്ഷിക്കുവാൻ ആരോട് പ്രാർത്ഥിച്ചു? അങ്ങനെ ചില കാലഘട്ടങ്ങളിൽ വന്നവർക്ക്, ചില പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക്, ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ളവർക്ക് അവർ ചില കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനെ വിസ്മരിക്കാതെ പറയട്ടെ, അത് ദൈവത്തിന്റെ ക്വാളിറ്റിയല്ല, അത് ദൈവത്തിന്റെ ക്വാണ്ടിറ്റിയുമല്ല. പടച്ച തമ്പുരാൻ എന്ന് പറയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, അവനാണ് പടച്ച തമ്പുരാൻ. ആര്? അല്ലേ? ചിന്തിക്കുവാൻ പറയാം മനുഷ്യരോട്, എല്ലാ വിഭാഗം മനുഷ്യരോടും. ഇവിടെ ആരായിരുന്നാലും, പണക്കാരനാവാം, പണിക്കാരനാവാം, പാവപ്പെട്ടവനാവാം, ഏറ്റവും വലിയ അധികാരിയാവാം, ധിക്കാരിയാവാം, അടിമയാവാം, ഉടമയാവാം, ആണാവാം, പെണ്ണാവാം, ഇന്ത്യക്കാരാവാം, അല്ലാത്തവരാവാം, വർഗങ്ങളും ദേശങ്ങളും നിറവ്യത്യാസങ്ങളും നമുക്കിടയിൽ നമ്മുടെ തിരിച്ചറിവിന് പടച്ച തമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ള ഒരെളുപ്പമാർഗമാണ് എങ്കിൽ പഠിക്കുക. നിങ്ങൾ എവിടെന്നാ പഠിക്കേണ്ടത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്ന പടച്ച തമ്പുരാൻ. നാം കാണുന്ന ഈ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ, ഈ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ, എന്നിട്ടോ ആകാശത്തെ ഒരു എടുപ്പാക്കി തന്നിരിക്കുന്ന പടച്ച തമ്പുരാൻ, ആകാശത്ത് നിന്ന് തെളിനീര് തന്നിരിക്കുന്ന പടച്ച തമ്പുരാൻ, എന്നിട്ട് അതിലൂടെ സസ്യലതാദികളെ മുളപ്പിച്ചുകൊണ്ട് ആ സസ്യലതാദികളെ നമുക്ക് ഉപയോഗിക്കുവാൻ പാകപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ, ഒരു രക്ഷിതാവുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന് സമന്മാരെ സൃഷ്ടിക്കുവാൻ പാടില്ല. ഈ പടച്ച തമ്പുരാനെ കുറിച്ച് പഠിക്കുക. ഇങ്ങനെ ഖുർആനിലെ നിരവധി അനവധി ആയത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ല മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങളൊന്നുമല്ലാത്ത അവസ്ഥയിൽ കണ്ടാലറയ്ക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് ഈ മനോഹരമായ രൂപത്തിലേക്ക് സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്ന പ്രപഞ്ചനാഥന് ഒരു സൃഷ്ടാവ്, ഒരു പങ്കാളി കൂടെയുണ്ടെന്നോ? അതാണ് ഏറ്റവും വലിയ അപകടകരമായ വിശ്വാസം എന്ന് ഖുർആൻ പറഞ്ഞു. അത് വരുമ്പോ എല്ലാ അധാർമികതകളും കടന്നു വരും. നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഓഷോയെ, ഓഷോ പ്രവാചകൻ എന്നൊക്കെ അവരവകാശപ്പെടുന്ന ഓഷോയെ സന്യാസത്തിന്റെ ഏറ്റവും വലിയ മേഖലയിലാക്കി കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ പിടിക്കപ്പെട്ടപ്പോൾ, അല്ലേ, അവരുടെ ഏറ്റവും വലിയ കാര്യം സ്ത്രീ സാന്നിധ്യവും മദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിച്ചു. അവർക്ക് എങ്ങനെ ധാർമ്മികത പറഞ്ഞു കൊടുക്കാൻ കഴിയും? ലോകത്ത് ഇതുപോലെയുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാ സന്യാസി എന്ന് പറഞ്ഞ, അല്ലേ? ഇന്ന് ഭിക്ഷയെടുത്തിട്ട് വേണം ജീവിക്കുവാൻ. നാളത്തേക്ക് സമ്പാദ്യമില്ലാത്ത, പൂർണ്ണമായും ഐഹിക വിരക്തിയോടെ ലോക നന്മയ്ക്ക് വേണ്ടി ജീവിച്ചു നീങ്ങുന്നവരാണ് സന്യാസിമാർ. എന്നാൽ ഇവിടെയുള്ള സന്യാസിമാരെങ്ങനെയാ? മതത്തിന്റെ പേരിൽ 1000 കോടി, അതിലേറെ കോടികൾ സർക്കാരിനെ പോലും സഹായിക്കുവാൻ സന്നദ്ധമാവുന്ന ഒരു ആൾദൈവ സംസ്കാരത്തിൽ അമർന്നുപോയി അവിടെ ധാർമ്മികത പറയേണ്ടവർ അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുപിടിച്ച് ധാർമ്മികത പറയേണ്ട ഗതികേടിലേക്ക് ആധുനിക സമൂഹത്തിലെ ചില ആളുകളെങ്കിലും എത്തിപ്പെട്ടിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ഇതിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, മതമേലാളന്മാരുണ്ട്, ഇതിൽ എല്ലാ തലങ്ങളിലും ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്നവരുണ്ട്. അല്ലെ? പടച്ച തമ്പുരാനെ തേടിയൊരു യാത്ര പോകാൻ, അല്ലെ, അള്ളാഹു എവിടെയാണ് അന്വേഷിക്കേണ്ടതുണ്ട് മനുഷ്യൻ. അല്ലെ? പല ആളുകളും പടച്ച തമ്പുരാനെ തെറ്റായി ധരിക്കുന്നത് കൊണ്ട്, പടച്ച തമ്പുരാനെ കുറിച്ച് തെറ്റായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ട് പലപ്പോഴും ചില ഇടത്തട്ട് കേന്ദ്രങ്ങളെയൊക്കെ തേടി പോകേണ്ടി വരുന്നത്. ഖുർആൻ പറഞ്ഞു, വൈദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമ എന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുമ്പോ പ്രവാചകരെ പറയുക, ഫഇന്നി ഖരീബ്, സമീപസ്ഥനാണ്. 2-ാം അധ്യായം അൽ ബഖറയിലെ 186-ാമത്തെ വചനം. പടച്ച തമ്പുരാൻ അടുത്തിരിക്കുന്ന പടച്ച തമ്പുരാൻ. ഫഇന്നി ഖരീബ്, ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുവാൻ വേറെ ഒരാളുടെ ആവശ്യമോ സാന്നിധ്യമോ ഇല്ല. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഏത് പാതിരാരാവിലും മനം പൊട്ടി വിളിച്ചാൽ കേൾക്കുന്ന ഒരു പടച്ച തമ്പുരാൻ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു
അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 65-ാമത്തെ വചനം ഖുർആൻ പറഞ്ഞു, തെറ്റ് ചെയ്തു പോയ എന്റെ അടിയാറുകളെ, നിങ്ങൾ മലകൾ കയറി പോകേണ്ടതില്ല, നിങ്ങൾ ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതില്ല, നിങ്ങൾ ഇന്നാളുടെ അടുത്ത് പോയിട്ട് കുമ്പസരിക്കേണ്ടതില്ല. നിങ്ങളുടെ പാപപങ്കിലമായ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സവിധത്തിൽ നിങ്ങളുടെ നെറ്റിത്തടങ്ങളെ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹ് എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു പിടച്ച തമ്പുരാൻ നിങ്ങളുടെ സമീപത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫ് എന്ന് പറയുന്ന 50-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തുൽ സുമറിലും 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലും ആവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഒരു കേന്ദ്രത്തിലേക്കും പോകേണ്ടതില്ല. പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാന്റെ കണ്ണുവെട്ടിക്കുവാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല ഒരു നിമിഷത്തേക്ക് പോലും. അതാണ് പ്രപഞ്ചനാഥന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള അനേകായിരം കോടാനുകോടി സൃഷ്ടിജാലങ്ങളുടെ എല്ലാ ചലനങ്ങളും അറിയുന്ന ഒരു പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആരാണ് പടച്ച തമ്പുരാൻ? ആ പടച്ച തമ്പുരാൻ ഹയ്യാണ്, നിത്യജീവനുള്ളവനാണ്. ഒരു ദിവസത്തേക്ക് ഉറങ്ങുന്നവനല്ല, ഒരു കാലഘട്ടത്തിൽ ജനിച്ചതല്ല, ഒരു കാലഘട്ടത്തിൽ മരിച്ചിട്ടില്ല, ഒരാളുടെയും പുത്രനായി ജനിച്ചതല്ല, ഒരാളുടെയും പിതാവുമല്ല. ഹയ്യാണ്, നിത്യജീവനുള്ളവനാണ്. കയ്യൂമാണ്, ജഗനിയന്താവാണ്, എല്ലാം പടച്ച് നിയന്ത്രിക്കുന്ന, എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ള, ലാ തൗഹുദുഹു സിനത്തും വലാനവും. ഒരു സമയത്തേക്ക്, ഒരു നിമിഷ നേരത്തേക്ക് ഒന്ന് കണ്ണു ചിമ്മിപ്പോകാത്ത, അല്ലെങ്കിൽ ഒരു മയക്കം ബാധിക്കാത്ത, സദാസമയം പാറയ്ക്കകത്തുള്ള പ്രാണിക്ക് പോലും പച്ചില അന്നമായി നിൽക്കുന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെ ഒരു നിമിഷത്തേക്ക് പറ്റിക്കുവാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ പടച്ച തമ്പുരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തു ഹദീദിൽ അള്ളാഹു പറഞ്ഞു. ഈ മാന്ത്രിക വിദ്യയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം ഗോത്രവൈര്യങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം കലഹിച്ചിരുന്നവരും, സുകുമാർ കക്കാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിലടിച്ചും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും നടന്നൊരാ കാട്ടുക്രൗര്യത്തെ സാന്ത്വന സംഗീതമാക്കി മാറ്റിയ സംഘാടക എന്ന് പ്രവാചകനെ കുറിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ പറഞ്ഞതാണ്. അല്ലെ, എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഭാരതീയ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു ശേഷവും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ബീഹാറിലെ ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു മുതിർന്ന ജാതിക്കാരന്റെ വഴിയിൽ അറിയാതെ ചവിട്ടിയതിന്റെ പേരിലാണ് മിണ്ടാ പ്രാണിയടക്കം ഒരു കൂരയെ ചുട്ടുകരിച്ചത് ഈ രാജ്യത്താണ്. അല്ലേ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ തമ്മനം ചാക്കോ ചോദിച്ചില്ലേ, 60 ആണ്ടുകൾക്ക് ശേഷവും പിറന്നില്ലല്ലോ അമ്മേ സംസ്കാരമുള്ള ഒരു ഈ കുഞ്ഞിനെ ഈ നാട്ടിൽ എന്ന് ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് തെമ്മനം ചാക്കോ പാടിയത് അതുകൊണ്ട് അല്ലേ? തമിഴ്നാട്ടിലെ ശേവലായൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ സവർണ മേധാവികളുടെ പാദങ്ങളിൽ ചവിട്ടിയാൽ അവർണരെ അടിച്ചൊതുക്കുന്ന ജാതീയതയുടെ സർപ്പങ്ങൾ പത്തി വിടർത്തിയാടുന്ന ഒരു രാജ്യത്ത് കറുത്തവനെയും വെളുത്തവനെയും അവർണനെയും സവർണനെയും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കുന്ന ഒരു വിശ്വാസം, അതാണ് ദൈവവിശ്വാസം. അതിന്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വർഗീയതയല്ല. അല്ലേ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ ജാതീയത, ഈ കുടിലതകൾ സമൂഹത്തിൽ ഉടലെടുക്കുമ്പോ സ്വാഭാവികമായും മാനവികതകൾ നശിച്ചു പോകും. പ്രതികാരത്തിന്റെ ധ്വനികളും പ്രതികാരത്തിന്റെ വാഞ്ചകളും പ്രതികാരത്തിന്റെ ജ്വാലകളും ഈ ലോകത്തുണ്ടാകും. അത് വർഗീയതയായി, അത് വംശീയതയായി ലോകത്ത് കലാപങ്ങൾ ഉയർത്തും. നമ്മളെടുത്ത് പരിശോധിക്കുക, ലോകത്ത് നടന്ന വർഗീയ വംശീയ കലാപങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം മേൽത്തട്ടും ഇടത്തട്ടും താഴെത്തട്ടും തമ്മിലുണ്ടായ മനപ്പൊരുത്തക്കേടുകളുടെ അവസാന പരിണിത ഫലമായി 10,000-കണക്കിന് ജീവജാലങ്ങളെ ഇവിടെ കൊന്നൊടുക്കേണ്ടി വന്നത് ലോകത്തിന്റെ ചരിത്രമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്യോപ്യയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ബിലാൽ എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാരനെയും മക്കയിലെ ഉയർന്ന കുലപതിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഒരു ഭാഗത്തേക്ക് ചേർത്തു വെച്ചുകൊണ്ട് ഈ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ മാനവികതയും മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലെ? ലോകത്ത് ഇതുപോലെ ഒരു മാതൃക കാണിച്ചത് ആരാണ്? അല്ലെ? മലാല യൂസഫിന് ആക്രമിക്കപ്പെട്ടപ്പോ ഉയർത്തിക്കാണിച്ച ഇവിടെയുള്ള രോഗരാക്ഷകൾ നബീല എന്ന പെൺകുട്ടിയുടെ ഉമ്മാമയെ അടുത്തു നീക്കിയപ്പോ ആ എന്നൊരക്ഷരം മിണ്ടാത്ത ഉളുപ്പില്ലാത്ത മാനവികതയല്ല ലോകത്തിന്റെ മുന്നിൽ പ്രവാചകൻ ഉയർത്തിക്കാണിച്ചത്. ലോകത്തിന്റെ മുന്നിൽ മാതൃകായോഗ്യമായ മാനവികതയാണ്. മനുഷ്യ ഹൃദയങ്ങളെ തൊട്ടുണറിഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയുടെ മാനവികതയാണ്. ദൈവവിശ്വാസം സമ്മാനിക്കുന്നതാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, എന്തിന്റെ പേരില? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, കണ്ണിൽപ്പെട്ടാലും ദോഷമുള്ളോർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് ശ്രീനാരായണ ഗുരു ആരെക്കുറിച്ചാ പറഞ്ഞത്? നമ്മൾ ആലോചിക്കണം. ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? അല്ലേ? ഇവിടെ ഈ മേധാവിത്വങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്. എല്ലാ മതങ്ങളിലും ഇത് കടന്നു വന്നിട്ടുണ്ട്. ഒരു ജാതീയതയും തീണ്ടിയിട്ടില്ലാത്ത ഇസ്ലാമിൽ വരെ കുടുംബ മഹിമകളുടെയും പാരമ്പര്യങ്ങളുടെയും പേരിൽ ഊറ്റം കൊള്ളുന്നവരുണ്ട്. അല്ലെ? ഒരു സംസ്കാരമില്ലാത്ത. അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളറിയോ, മക്കാ വിജയത്തിന്റെ അന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ ബാങ്ക് വിളിക്കേണ്ട സമയമായപ്പോ പ്രവാചകൻ അന്വേഷിച്ചത് ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയല്ല, ധീരനായ ഉമറിനെയല്ല, ശൂരനായ തന്റെ പുതിയാപ്പിള അലിയെയല്ല, കഴിവുള്ള ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഉടമയായ കറുകറുത്ത മുത്ത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതാണ് സ്നേഹം, അതാണ് മാനവികത. ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള പല ആളുകളും മതത്തെ ചൂഷണം ചെയ്യാൻ കടന്നു വന്നു. മതത്തെ ചൂഷണം ചെയ്യാൻ, അല്ലെ? എല്ലാ സമുദായങ്ങളിലുണ്ടായി. അവിടെ പിന്നെ ഒരുപാട് മാനവിക ദർശനങ്ങളെ ബലികഴിപ്പിക്കപ്പെട്ടു. ഹൈന്ദവതയുടെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടായി. ക്രിസ്തീയ സഹോദരന്മാർ പല രോഗചികിത്സകളും നടത്തി. പല ആളുകളും ലക്ഷങ്ങളും കോടികളും തട്ടുന്ന ഓരോരോ സംഭവങ്ങൾ നമ്മൾ വായിച്ചു. മുസ്ലിം സമൂഹത്തിലും അങ്ങനെ തന്നെ ഉണ്ടായി. ഔലിയാക്കന്മാരും ഭീമിമാരും തങ്ങന്മാരും എന്നുവേണ്ട പല ആളുകളും എഴുന്നേറ്റ് വന്നു. അവർ മധ്യവർത്തികളായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനകൾ പലപ്പോഴും പടച്ച തമ്പുരാനിൽ നിന്ന് വിട്ടു. അവർ മുടിയെടുത്തു, വടിയെടുത്തു, എല്ലാം എടുത്തു. അല്ലെ? നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുക. ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. മനുഷ്യന്റെ വിശ്വാസത്തെ അന്ധവിശ്വാസവൽക്കരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അല്ലെ? ഒരു മുടിയെടുത്തു വന്നു. മുടിയെടുത്തത് എന്തിനാ? ഒരു മുടിയും കൊണ്ടൊരാൾ വന്നു. അയാളാരാ? അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ തള്ളുന്നു. കാരണം എന്താ? അദ്ദേഹം മുടിയെടുത്തിട്ട് എന്താ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, ഇരിക്കട്ടെ. അല്ലെ? നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇത് ലോകത്തിന്റെ മുന്നിൽ എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയപൂർവം ഒരു മുസ്ലിമായ മനുഷ്യൻ അന്വേഷിക്കേണ്ട ഒരു വസ്തുത ഉണ്ട്. എന്താ അത്? അല്ലെ? പ്രവാചകൻ ജീവിച്ചിരുന്നല്ലോ, 23 വർഷക്കാലം പ്രവാചക ജീവിതം. ആ പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്? ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ലെ? ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെടേണ്ടതാ. ഇത് ഖുർആനിന്റെയും പ്രാമാണികമായ പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടേണ്ടതാ. പക്ഷെ എവിടെ എത്തി നമ്മൾ? അല്ലെ? ഇത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയാ, അബൂബക്കറെ, ഞാൻ മരിച്ചാൽ എന്റെ ഈ ഒരു ഷാറെ മുബാറക്ക് വെക്കാൻ ഒരു പള്ളി ഈ ലോകത്തുണ്ടാക്കണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അല്ലെ? തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തന്റെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും എഴുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനത്തിന്റെ കേദാരമാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹാന്റെ കയ്യിൽ മുടിയെടുത്തിട്ട് കൊടുക്കുക. പ്രവാചകൻ പറയാ, ഞാൻ മരിച്ചാൽ, വഫാത്തായി പോയാൽ പല ആളുകളും സൂക്കേടായിട്ട് ഇവിടെ വരും, അപ്പൊ നീ മുടിയെടുത്തിട്ട് വെള്ളമിളക്കി കൊടുക്കണമെന്ന് ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞോ. ഖുർആനിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ ഖുബ ആദ്യത്തെ പള്ളി, പിന്നെ മസ്ജിദുൻ നബവി റസൂലുള്ളാഹിന്റെ പള്ളി മദീനയിൽ. എവിടെയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം സൂക്ഷിച്ചിട്ടുള്ളത്? ചരിത്രപരമായ വസ്തുതകൾ പരിശുദ്ധ ഖുർആനിലെ എവിടെയെങ്കിലും ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രശ്നം എന്താ? ഇതിൽ നിന്ന് ബറക്കത്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അഭൗതികമായ നിലക്ക് ഒരു വസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ അതിന്റെ പേരാകുന്നു പച്ച അറബിയിൽ ശിർക്ക്, പച്ച മലയാളത്തിൽ ബഹുദൈവ വിശ്വാസം. അല്ലെ? ശിർക്ക് എന്ന് പറയാം.
ഈ ശിർക്ക് വന്നാൽ എന്താ പ്രശ്നം? അല്ലെ, ഒരു മുടിയല്ലേ, ആ മുടി വെക്കാൻ ഒരു പള്ളി ഉണ്ടാക്കി. ഒരു ഉസ്താദ് പ്രസംഗിച്ചത് അങ്ങനെയാ. അവിടെയുള്ള മറവി ഭാഗം ഇപ്പോ വല്ലാതെ എതിർക്കുന്നുണ്ട്. ഞാൻ സംഘടനയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പദം എടുത്ത് പറയട്ടെ. SKSSF-നെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ഒരു വത്തക്ക വെള്ള കച്ചവടമെങ്കിലും ചെയ്തുകൊണ്ട് പണമുണ്ടാക്കിക്കൂടെ, നിങ്ങൾ എന്തിനാണ് ഈ ഷാറെ മുബാറക്കിനെ ഇങ്ങനെ എതിർക്കുന്നത് എന്ന്. അത് വ്യാജമാണോ ഒറിജിനലാണോ എന്നുള്ളതല്ല, പകരം ഇങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് അഭൗതികമായ ബറക്കത്ത് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്. അതാണ് ഇവിടെ വിഗ്രഹാരാധകർ കല്ലിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്നു, പ്രവാചകന്മാരിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്നു, വടിയിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്നു, മരത്തിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്നു, ചിത്രത്തിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുന്നു. അതേപോലെ അവർ പറയുന്നു, ഞങ്ങൾ അനുഗ്രഹം തേടി പോകുന്നു. അനുഗ്രഹം എന്ന അറബി പദമാണ് തബറുക്ക് എന്നത്. ആ അനുഗ്രഹം ഒരു മുടിയിൽ നിന്നെടുത്താൽ അതും ശിർക്കാണ്. ആ ശിർക്ക് ചെയ്താൽ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 48-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. എന്താ പറഞ്ഞത്? അതിന്റെ അർത്ഥം, പടച്ച തമ്പുരാൻ എല്ലാം പൊറുക്കും അല്ലേ? പക്ഷേ ആ പടച്ച തമ്പുരാനിൽ പങ്കുചേർത്താൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇനി നല്ല കാര്യങ്ങൾ കുറെ ചെയ്തു. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടല്ലോ, അങ്ങനെയാണല്ലോ ഞങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 65-ാമത്തെ വചനത്തിൽ, ലഇൻ നശറക ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ വലഖദ് ഊഹിയ ഇലൈക വൈലൽ ലദീന മിൻ ഖബ്ലിക. പ്രവാചകരെ, താങ്കളും താങ്കളുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കും ബോധനം കൊടുത്തിരിക്കുന്നു, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ എല്ലാ കാര്യങ്ങളും തകർന്നു പോകുമെന്ന്. ഇനി ഇവിടെ മാത്രോ, പരലോകത്തും തകർന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനം, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. പടച്ച തമ്പുരാൻ വിശദീകരിക്കുക അല്ലേ? അപ്പൊ അതുകൊണ്ടാ ഇതിന്റെ അടുത്ത് പോകരുത് എന്ന് പറയണത് അല്ലേ? പള്ളി എന്ന് പറയുന്നത് എന്തിനാ? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ വഅന്നൽ മസാജിദ ലില്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എന്ത് അല്ലേ? കൃത്യമായി വിശദീകരിച്ചു, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ആ പള്ളികൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട കേന്ദ്രങ്ങളാണ്. ഒരു മുടി വെച്ചാൽ അവിടെ എന്തിനാ വിളിച്ചു പ്രാർത്ഥിക്കുക? നിങ്ങൾ ആലോചിക്കുക, അവിടെ എന്തിനാ ആൾക്കാർ വരിക? 4 ലക്ഷം ആൾക്കാർക്ക് നിൽക്കാവുന്ന പള്ളിയാണത്. ഈ 4 ലക്ഷം ആൾക്കാർ എന്തിനാ വരണത് അല്ലേ? ഈ മുടിയിൽ നിന്ന് ബറക്കത്തെടുക്കാൻ, മുടിയിൽ നിന്ന് ബറക്കത്തെടുത്താനുള്ള സ്തുതി എന്താ അല്ലേ? ഇവിടെയുള്ള ചില നവ യാഥാസ്ഥികര് പറഞ്ഞത്, ഒറിജിനൽ മുടിയാണെങ്കിൽ ഞങ്ങൾ ക്യൂ നിൽക്കുന്ന അല്ലേ? നമ്മൾ ആലോചിച്ചു നോക്കണം, ഇത് ഒറിജിനൽ ആണെങ്കിലും വ്യാജനാണെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ യാതൊന്നുമില്ലാതെ മനുഷ്യർക്കിടയിൽ പൗരോഹിത്യത്തിന്റെ പുതിയ വേരുകൾ താണ്ടുന്ന ഇത്തരം കേന്ദ്രങ്ങളെ നമ്മൾ എതിർക്കാറുണ്ട്. എന്തുകൊണ്ട്? ഇതാണ് കാരണം, പ്രമാണബദ്ധമായിട്ടില്ല. മതത്തിന്റെ എല്ലാ വിഷയങ്ങളെ ഇങ്ങനെ കൊണ്ടുവരിക അല്ലേ? പടച്ചോനോട് പ്രാർത്ഥിച്ചാ പോരെ? നിങ്ങൾക്കൊരു അല്ലാഹു പോരെ? പടച്ചു തമ്പുരാൻ പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ പോരെ? ഒരടിമ പോരെ? ഒരടിമ, അല്ലാഹു അടിമക്കൊരു അല്ലാഹു പോരെ? വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ അല്ലാഹ് ചോദിക്കുക, പടച്ചോൻ പോരെ? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ മുടിയെടുക്കുന്നത്, നിങ്ങൾ വടിയെടുക്കുന്നത് അല്ലേ? അതുകൊണ്ട് അത്തരം ചൂഷണങ്ങളിലേക്ക് പോകാത്ത ഒരു മതം, അത്തരം ചൂഷണങ്ങളിലേക്ക് പോകാത്ത ഒരു വിഗ്രഹവുമില്ല. ഒരൊറ്റ പള്ളിയിലും വിഗ്രഹമില്ല അല്ലേ? ഇന്ത്യയിലെ ഒരൊറ്റ പള്ളിയിലും വിഗ്രഹമില്ല, ഒരൊറ്റ പള്ളിയിലുമില്ല, ഒരു ചിത്രമില്ല. ആ ചിത്രത്തിന്റെ മുന്നിൽ പോയിട്ട് ഇതിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പള്ളിയോട് ചേർന്ന് ചില ജാറങ്ങൾ ഉണ്ടെങ്കിലും പള്ളിക്കകത്തില്ല. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ അല്ലേ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവിനെ വിൽക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി കോഴിക്കോടൊക്കെ നിങ്ങൾ വരുമ്പോ ഒരു പ്രത്യേകത ഉണ്ടാവും. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലൊക്കെ എത്തിയാൽ പണ്ടൊക്കെ ഈ അറബി പാൽക്കായം വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ ഇനി ഉണ്ടാവുക മുടിയിട്ട വെള്ളം എന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരാണ്. ഇങ്ങനെ ആകാൻ പോവുക നമ്മുടെ നാട്. എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? ഇതിന് എതിർക്കപ്പെടണ്ടേ? ഇത് ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് എതിർത്താൽ മതിയോ അല്ലേ? ഇതിന്റെയൊക്കെ പിന്നിലെ ലക്ഷ്യം എന്താ? ദീപസ്തംഭം മഹാശ്ചര്യം, ഞങ്ങൾക്കും കിട്ടണം പണം. ഇതാണ് പ്രശ്നം,
എന്തൊക്കെ തട്ടിപ്പുണ്ടാക്കും മതത്തിന്റെ പേരിൽ. കൊല്ലം ജില്ല ഇവിടെ അടുത്താണല്ലോ, കൊല്ലത്ത് പോവുക. കൊല്ലത്ത് ഓച്ചിറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഓച്ചിറയിൽ ഒരു ഉപ്പുപ്പയുണ്ട്. ഓച്ചിറ ഉപ്പുപ്പ എന്നാ മൂപ്പര പേര്. മൂപ്പര പേരെന്താ? സത്യത്തിലെ മൂപ്പര പേര്, അദ്ദേഹം ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ പേര് വേലായുധൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ആകെ ജോലി, അദ്ദേഹത്തിന് അത്ര സുഖം ഉണ്ടായിട്ടില്ല. മൂപ്പരൊരു വേസ്റ്റ് ഇട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കലായിരുന്നു പണി. നിങ്ങൾ എടുത്തു നോക്ക്, ഈ യൂട്യൂബിലൊക്കെ ഏഷ്യാനെറ്റിൽ കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞൊരു പരിപാടി വന്നിരുന്നു. അതിൽ ആ ഉലിയയുടെ ചരിത്രമുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതില് ഇങ്ങനെ പറയുന്നുണ്ട്, ഇദ്ദേഹം മുസ്ലിം അല്ല, ഇദ്ദേഹം നിസ്കരിക്കലില്ല, ഇദ്ദേഹം അങ്ങനെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഗുണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ അദ്ദേഹം എന്നും ഓച്ചിറയിലെ ആ വേസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇടുമ്പോൾ ആളുകൾ വെറുതെ കുപ്പസ്വാമി എന്ന് വിളിക്കും. സ്വാമിയല്ല, പക്ഷേ ഒരു ആസാമിയായ സ്വാമിയാണ്, അങ്ങനെ വിളിക്കും. അങ്ങനെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോഴോ അല്ലേ അവിടെ പ്രശ്നമായി. നമ്മുടെ ആൾക്കാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഓച്ചിറ ഉപ്പുപ്പയാണ്, ഒരുപാട് കറാമത്തുള്ളയാളാണ്, നവ്വറല്ലാഹു മർക്കദാ എന്നൊക്കെ പറഞ്ഞു. അതാണല്ലോ നമ്മളെ പരിപാടി അല്ലേ. അങ്ങനെ പ്രശ്നമായി. അവസാനം അവിടെ ഇടപെട്ട് ഒരു മയ്യത്തും വെക്കാത്ത ഓച്ചിറ ജുമുഅത്ത് പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടിക്കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ശൈഖുനാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ ജാറത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഏറെ കറാമത്തുള്ള ഔലിയപ്പാപ്പയാണ്. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത കുറെ കാലം കായംകുളം അമ്പലത്തിണ്ണയിൽ ഓം എന്ന് വിളിച്ചിരുന്ന, പിന്നീട് ഓച്ചിറയിൽ സ്ഥിരതാമസമാക്കി ആ വേസ്റ്റിന്റെ അടുത്ത് താമസിച്ച് മരിച്ചുപോയ, ആരെന്നറിയാത്ത എന്തെന്നറിയാത്ത ആളുകളെ പോലും ദൈവത്തിന്റെ മർത്തബയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുക. ഏണ്ട് അവിടെ പോയിട്ട് പാട്ടുപാടുക, അവിടെ നേർച്ചകൾ അർപ്പിക്കുക, അവിടെ വഴിപാടുകൾ അർപ്പിക്കുക. നമ്മളിത് വെറുതെ എതിർക്കപ്പെടുകയല്ല. മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇതാ ലോകത്ത് ഒരു വിഭാഗത്തെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അവരാരാണെന്നറിയുമോ? ഇത്തഹദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറിടങ്ങളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കിയവരാണ്. നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ലോകത്ത് ഇത് കടന്നു വന്ന വഴിയെടുത്ത് പരിശോധിച്ചു നോക്ക്. നമ്മൾ പഠിക്കേണ്ടതാ. ഏകദൈവ വിശ്വാസം ബലി കഴിപ്പിക്കപ്പെടും. ഇവിടെ സൂഫിസത്തിന്റെ ഭാഗമായി പലതും ഇവിടെ കടന്നു വന്നു. സൂഫിസം എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാ ത്വരീഖത്ത് വന്നത്. അവിടെയാണ് എല്ലാം പടച്ചോനായത്. ഞാനും പടച്ചോ, നിങ്ങളും പടച്ചോൻ, ഈ ക്ലാസും പടച്ചോൻ, പെന്നും പടച്ചോ, മൈക്കും പടച്ചോ, എല്ലാം പടച്ചോ. അനൽ ഹക്ക്, അതാ സൂഫിസം എന്ന് പറയുന്നത്. ഈ ഭാഗം ഇവിടെ കടന്നു വന്നു. അങ്ങനെ എല്ലാവരും ഔലിയാക്കന്മാരായി. അങ്ങനെ അവര് പല കോലങ്ങളിലായി, കുളിക്കാത്തവരായി, നടക്കാത്തവരായി, നിസ്കരിക്കാത്തവരായി, അവരൊക്കെ ഔലിയാക്കന്മാരായി. അവരൊക്കെ മരിച്ചാൽ അവരുടെ കബറിടത്തിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ ചെന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി, അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവിടെ ചെന്നിട്ട് അവരോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. നിസാമുദ്ദീനിൽ പോയിട്ട് പറഞ്ഞു, നിസാമുദ്ദീൻ ഔലിയ, അങ്ങയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗം മാറ്റണേ. നാഗൂരിൽ പോയി, അജ്മീരിൽ പോയി, മുത്തുപ്പേട്ടയിൽ പോയി, ഏർവാടിയിൽ പോയി, ഭീമാപ്പള്ളിയിൽ പോയി, ഒടുങ്ങാക്കാട് പോയി, അപ്പവാണിപ നേർച്ചക്ക് പോയി. അങ്ങനെ അങ്ങനെ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും മാലിക് ദിനാർ പള്ളി വരെയുള്ള വ്യത്യസ്ത ജാറങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് അവിടെയൊക്കെയുള്ള ഔലിയാക്കന്മാർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുവാൻ ഒരു മനുഷ്യ സമൂഹം തയ്യാറായി. എന്താ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ എടുത്ത് പരിശോധിക്കുക. ഇവിടെ ഖുർആൻ എന്താ പറഞ്ഞത്? ഇതാ നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം അല്ലേ. ഖുർആൻ പറയാ, ലഹു ദഅവത്തുൽ ഹഖ്. പ്രാർത്ഥന യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥന യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥന ആരോടാ നടത്തേണ്ടത് അല്ലേ? ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഅ. നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരായാലും, അവർ ചിത്രമാവാം, അവർ വിഗ്രഹമാവാം, അവർ രൂപമാവാം, അവർ ചില പ്രത്യേക പ്രദേശത്തുള്ള ആളുകളാവാം, ഔലിയാക്കന്മാരാവാം, പ്രവാചകന്മാരാവാം, എന്തുമാവട്ടെ, ഏതുമാവട്ടെ, എവിടെയുമാവട്ടെ, ആരായിരുന്നാലും ശരി, അവർ നിങ്ങൾക്കൊരു ഉത്തരവും തരില്ല. അവർ നിങ്ങൾക്ക് ഒരു ഉത്തരവും തരില്ല. മനസ്സിലാകുന്നില്ലയോ മനുഷ്യരെ? പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നില്ലേ? എന്നാൽ ഖുർആൻ പറഞ്ഞു, ഇല്ലാ കബാസിതി കഫൈ. നിങ്ങൾ ഒരു കൈ, നിങ്ങളുടെ കൈയെടുത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി വെച്ചിട്ട് ആ ബക്കറ്റിലേക്ക് നിങ്ങളുടെ കൈയിട്ടിട്ട് നിങ്ങൾ പറയാ, എന്റെ വായിൽ വെള്ളത്തണയാണ്. ഒരു മനുഷ്യൻ പറയാ, നിങ്ങളൊരു തോട്ടിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഒരു നദിക്കരയുടെ അടുത്ത് പോയി, ഒരു പുഴയുടെ അടുത്ത് പോയി, ആ പുഴയെ ചെന്നിട്ട് നിങ്ങളുടെ കൈ താഴ്ത്തിയിട്ട് നിങ്ങൾ പറയുന്നു, ഇങ്ങനെ കോപ്പിയെടുത്ത് വായിലേക്ക് വെള്ളം കൊണ്ടുപോകാതെ നിങ്ങൾ പറയാ,
പടച്ചവനെ എന്റെ വായിൽ വെള്ളമെത്തണേ എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പടച്ച തമ്പുരാനല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വാദമുണ്ടോ ഇവരെന്തെങ്കിലും സൃഷ്ടിച്ചു എന്ന്? പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ റഅദിലെ 13-14 ആയത്തുകളിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ ഈ മൂവാറ്റുപുഴ ടൗണിൽ പോവുക, ഒരു ബേക്കറി പോയിട്ട് ആ ബേക്കറിയിലെ ഒരു ഈത്തപ്പഴം വാങ്ങിയിട്ട് ആ ഈത്തപ്പഴക്കുരു തിന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വെളുത്ത പാട കാണാം. ആ പാട പോലും സൃഷ്ടിക്കാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ? ഖുർആൻ ചോദിച്ചു. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, കേട്ടാൽ അവർ ഉത്തരം ചെയ്യുകയുമില്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. അപ്പം മതം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്, പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ എല്ലാ വിഭാഗത്തിലും എല്ലാ ജനപഥങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. സഹോദരന്മാര് ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണ്. ഈ പാടത്ത് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് വിളിക്കുകയാണ്, തങ്ങളെ എത്ര നേരമായി വന്നിട്ട് തങ്ങളെ അവിടെ നിന്ന് കാണുന്നില്ല, തങ്ങളെ മദീനയിലെ തങ്ങളെ അങ്ങ് അവിടെ നിന്ന് കാണുന്നില്ല തങ്ങളെ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് പ്രവാചകനോട് പ്രാർത്ഥിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ മതചൂഷണങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. എല്ലാ മതങ്ങളിലും ഇസ്ലാം എന്ത് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മുജാഹിദുകൾ അതാ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്തുള്ള മതവിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു പാടത്തും പോയിട്ട് നിലവിളിക്കണ്ട, നിങ്ങൾ ഒരു മുടിയെടുക്കണ്ട, ഒരു ജാറത്തിലും പോകണ്ട, നിങ്ങൾ ഒരു പാട്ടും പാടണ്ട. എത്ര പാട്ടുകള്, എന്തൊക്കെ? പാടുകയാണ്. പടച്ചോനെ, പ്രവാചകനെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്ക് മാപ്പ് തരണമെന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കുവാനും മക്ബറകളിലും മണിയറകളിലുള്ളവരോടും പ്രാർത്ഥിക്കുവാനും പോകാതെ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് വായു തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, നമ്മെ സംരക്ഷിക്കുന്ന റഹ്മാനും റഹീമുമായ, അലീമും സമീഉമായ, ഹബീറും ലത്തീഫുമായ, മലിക്കും ഖുദ്ദൂസുമായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ, പരമകാരുണികനായ, ജഗനിയന്താവായ, എല്ലാവരോടും കരുണയുള്ള, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യർക്കും കാരുണ്യത്തിന്റെ നിറകുടമായ മഴ വർഷിപ്പിക്കുന്ന ആ പടച്ച തമ്പുരാൻ, ആ തമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. ഇതാണ് ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിലെ മനുഷ്യരോട് പറയുന്നത്. അല്ലെ, ഇതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഖുർആനിലെ ഈ ഒരായത്തെടുത്തിട്ട് അല്ല അള്ള അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് തെളിയിച്ചാൽ ഇപ്പണി ഞാൻ നിർത്തും. അല്ലെ, നമ്മളെടുത്ത് പരിശോധിക്കണ്ട. പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോ ഒരു സഹായത്തേട്ടമോ എടുത്തിട്ട് പറയാ അള്ള അല്ലാത്തവരോട് സഹായം തേടിയതിന് ഇന്ന് തെളിവുണ്ടോ എന്ന് ഉദ്ധരിക്കുവാൻ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല. ഖുർആനിൽ അങ്ങനെ ഇല്ല. പിന്നെ ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം പിന്നെ എങ്ങനെയാ നമ്മൾ പറയാ? പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആലോചിക്കുക. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ പറയുന്നത്. അല്ലെ, അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയം തീർക്കാൻ ഇന്നാട്ടിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ചില ആളുകള് ജിന്നിനെ വിളിക്കാം, മലക്കിനെ വിളിക്കാം എന്നൊക്കെ പറയുന്നത്? അവർക്ക് ജിന്ന് കൂടിയിരിപ്പാണ് എന്നല്ലാതെ ആ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ എടുക്കേണ്ട വിഷയം അല്ലെ. ഒരു ജിന്നിനെയും വിളിക്കാൻ പറ്റൂല. മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഏത് പ്രദേശത്തുനിന്ന് എങ്ങനെ ഒറ്റപ്പെട്ടു പോയാലും അള്ളാന്ന് വിളിക്കണം, അള്ളാഹുവിനെ മാത്രം വിളിക്കണം. അവൻ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയുള്ളൂ. ഖുർആൻ തന്നെ പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഖുർആൻ പറയാ, നമ്മുടെ റബ്ബ് നമ്മളോട് പറയാ, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ. പടച്ച തമ്പുരാൻ പറയാ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ഇനി എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് അഹങ്കാരം വന്നാൽ, അഥവാ എന്നോട് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ കുതുബ അഹ്ലിസ് സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം ഇർസഹുമാ യാ ഇബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീൻ. ഇനിയല്ല,
നിങ്ങൾ സിയാറത്ത് ടൂർ പോയി കോഴിക്കോട് ജില്ലയിലെ സിഎം മക്കാമില്, എന്നിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾ പറയാ ശൈഖുനാ സാഫിൽ അലി ദുറുനാ നൂറുൻ ജലി മുസ്തജാബുൽ ഫുളലി സീദുനാ സിയം വലി എന്ന് പ്രാർത്ഥിച്ചാലും മൗലിദ് എടുത്തിട്ട് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഗസിരിൻ ബഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകളെല്ലാം പടച്ചു തമ്പുരാൻ പടച്ചു തമ്പുരാന്റെ അടുത്ത് എത്തുകയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കുകയില്ല. അതുകൊണ്ട് തയവ പറഞ്ഞതുപോലെ ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിലിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാവിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ, സൂറത്ത് മുഅ്മിനിൽ നോക്കിയാൽ കാണുന്നതാ, സൂറത്തുൽ ബഖറയിലും പരസ്യം ചെയ്തതാ, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവറുകൾ പറയുന്നു നബിയിൽ നിന്ന്. തയവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ ഒന്നാം തരം സുന്നി പണ്ഡിതനാ അല്ലെ? അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാ. അതേ നമ്മളും പറയുന്നുള്ളൂ, ആ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണം, ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അല്ലെ, അല്ലാതെ പോകാൻ പാടില്ല. ഇങ്ങനെ പ്രാർത്ഥനകളും നൈവേദ്യങ്ങളുമായി പോകുന്ന ഒരു വിഭാഗം. പിന്നെന്താ, ഖുർആനിന് എളുപ്പത്തില് എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് ആലോചിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ? അതെന്താ, അത് നമ്മുടെ നാട്ടിലുണ്ട്. കുറെ പുസ്തകങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ വിറ്റയിക്കപ്പെടുന്നത്. എന്താ, അൽ മഫാസ്, അൽ മൻസില്, സുന്നി മൻസില്, അങ്ങനെ തുടങ്ങിയ കുറെ പുസ്തകങ്ങൾ. അതിന്റെ ഉദ്ദേശം എന്താ അല്ലെ? അതിലെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും എന്താ, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടന്നിട്ടില്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലെ 5 ആയത്ത് ഓതി അത് ഊതിയ വെള്ളം കൊണ്ട് കുളിച്ചാൽ പുതിയ പിളയെ കിട്ടുമെന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ വിറ്റയിക്കപ്പെടുന്ന ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ? ഖുർആനിനെ അങ്ങനെ പോവാ. ഖുർആൻ ചോദിക്കണ്ടേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലഹാ? അല്ല മനുഷ്യ, നിന്റെ ഹൃദയം താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? ചിന്തിച്ചുകൂടെ? നിനക്ക് ആലോചിച്ചുകൂടെ? എന്ത്, നീ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം. ഖുർആൻ എന്തിനാ അല്ലെ? ഇങ്ങനെ രോഗം വരുമ്പം കലക്കി കുടിക്കാനുള്ളതാ അല്ലെ? ധർമ്മത്തിനു വേണ്ടി നിലനിൽക്കുവാനും സദാചാര ബോധത്തെ ഉയർത്തി കാണിക്കുവാനും ലോകത്തിന്റെ മുന്നിൽ ധർമ്മം എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുമുള്ള ആദർശ സംഹിതയുടെ അവസാനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, മുസ്ലിമിന് മാത്രമല്ല, മുസ്ലിമിന്റെ ഗ്രന്ഥമല്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞെന്താ, അത് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, തൊട്ടാൽ കണ്ണു പൊട്ടിപ്പോകും, അത് തൊടാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു അല്ലെ? തൊട്ടിട്ടില്ലെങ്കിൽ ആ കണ്ണു പൊട്ടുക. എല്ലാരും തുടരും. മതമില്ല, ജാതിയില്ല, മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകളും പഠിക്കേണ്ട ഒരു വേദഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. മർത്യരേ, മാനസം തൂകുകയിൽ വായിക്കുക നിൻ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്ന മഹത്തായ പുസ്തകം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഖുർആൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനുള്ളതാ. അതുവരെ കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കവിടെ അല്ലെ? മതവിശ്വാസത്തിന്റെ ഭാഗങ്ങൾ ആ ഭാഗത്ത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക നമ്മുടെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം എന്താ, ഈ മതങ്ങളെ കൊണ്ടുപോയിട്ട് വർഗീയതയിലേക്ക് കൊണ്ടുപോവുക. മറ്റൊരു പ്രശ്നം അതാണ് അല്ലെ? ഞങ്ങൾ ഇതിലൊന്നുമില്ല, എന്നാൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്താ, ഇവിടെ ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യണം, ഇതാണ് പ്രശ്നം. ഇത് പറയുമ്പോ അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും എനിക്ക് അത്ഭുതം തോന്നി. ഭാരതത്തിലെ ചിക്കാഗോയിൽ പോയിട്ട് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അഭിസംബോധന ചെയ്ത ഹർഷഭാരതത്തിന്റെ സംസ്കാരം മുഴക്കിയ ഒരു സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ അല്ലെ? അമേരിക്കക്കാരൻ അത്ഭുതപ്പെട്ടുപോയി, ഇംഗ്ലീഷുകാർ അത്ഭുതപ്പെട്ടുപോയി. ഇതെന്തൊരു സംസ്കാരം! വൈറ്റ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് വിളിച്ചിരുന്ന, വെളുത്ത സഹോദരിമാരെ എന്ന് വിളിച്ചിരുന്ന അമേരിക്കയിൽ എല്ലാവരുമുള്ള ഒരു സദസ്സിൽ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഇയാൾ എവിടെ നിന്ന് വരുന്നതാണ്? വിവിധ മതങ്ങളുള്ള, വിവിധ വർഗങ്ങളുള്ള, വിവിധ ജാതികളും വിവിധ സ്വഭാവക്കാരും സംസ്കാരങ്ങളും ഒത്തിണങ്ങി ഇന്ത്യ രാജ്യത്തുനിന്ന് പോയ ഒരു സന്യാസി അഭിസംബോധന ചെയ്തത് അങ്ങനെയാണെങ്കിൽ ആ സന്യാസിയുടെ മാനവികതയെ ചോദ്യം ചെയ്യുമാറ് ഈ അടുത്ത് ഞാനൊരു ഫ്ലെക്സ് കണ്ടു. എന്താ, ഗാന്ധി പിറന്നൊരു നാട്ടിൽ ഗന്ധം മനുഷ്യന്റെ രക്തമല്ലോ എന്ന് സച്ചിദാനന്ദൻ പാടിയ ഗുജറാത്തിലെ ഫാസിസ്റ്റുകളുടെ നേതാവായ നരേന്ദ്രമോദിയെയും സ്വാമി വിവേകാനന്ദരെയും
ഒരു ഫ്ലെക്സിൽ വെച്ചിരിക്കുന്നു. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാ യോജിക്കുക? നമ്മൾ ചിന്തിക്കേണ്ട വിഷയ. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിച്ചപ്പോ എന്റെ വണ്ടിക്ക് എത്ര പട്ടികൾ കുടുങ്ങി ചത്തുപോകുന്നു, ആ ഒരു ഭാര എനിക്കുള്ളൂ എന്ന ദാഷ്ട്യം പറഞ്ഞ ഈ രാജ്യം കണ്ട ചോരയുടെ മണം പിടിപ്പിച്ച പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നടത്തിയ തീവ്രവാദവും ഇവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ന്യൂനപക്ഷം വരുന്ന ചില തീവ്രവാദങ്ങളും എന്താ? ജിഹാദ് നടത്തണേ എന്ന് ചോദിച്ചു കൊണ്ടുപോവുക. എന്താ ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം? എന്താ? ജഹദ എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം പരിശ്രമിക്കുക എന്നുള്ള, അല്ലേ? പരിശുദ്ധ ഖുർആൻ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് അന്യനെ വാളെടുത്ത് വെട്ടാനല്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടീനെ പ്രേമിച്ചാൽ അപ്പൊ പറയും ലവ് ജിഹാദ്, ഇപ്പുറത്ത് യതീംഖാന ജിഹാദ്. എന്തിനും ജിഹാദ് എന്ന് വിളിക്കുന്ന ചില മുത്തശ്ശി തമ്പുരാക്കന്മാരായ മാധ്യമങ്ങളുണ്ട് ഇവിടെ, വർഗീയ വിഷം ചീറ്റുന്ന. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ ആലോചിക്കേണ്ട വിഷയ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? മതം നിലനിർത്തുവാൻ ആവശ്യമായ, മതത്തെ നിലനിർത്തുവാൻ ആവശ്യമായ ശാരീരികവും സാമ്പത്തികവും ധാർമ്മികവും രാഷ്ട്രീയവുമായ സകല പിന്തുണക്കും ഖുർആൻ പ്രയോഗിച്ച പദമാണ് ജിഹാദ് എന്നുള്ളത്, അല്ലേ? ആ പദത്തെ കൊണ്ടുപോയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ആക്കിയിട്ട് പറയാ ഇത് ഇന്നാലിന്നതാണ്, ഇത് ഇന്നാലിന്നതാണെന്ന് പറയാൻ തുടങ്ങുക. നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ജിഹാദിനെ കൊണ്ടുപോയിട്ട് വെക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ഈ വിഷയത്തെ പറഞ്ഞത്? സൗണ്ട് കുറക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്നൊരു രീതിയുണ്ട്. ആ രീതി എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കാലം, 13 കൊല്ലം മക്കയിൽ ജീവിച്ചത് എങ്ങനെയാണ് നമ്മൾ പഠിക്കണം. കുറെ ആളുകള് ആയത്തോതി. കണ്ണൂരിലെ ഫയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു വീണപ്പോ ഉമ്മ പറഞ്ഞു, ഈ മൃതദേഹം എനിക്ക് കാണണ്ട, ഈ മൃതദേഹം എനിക്ക് കാണണ്ട. ഫയാസിനെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാ? ഖുർആൻ പഠിക്കാനാ. ഖുർആൻ പഠിക്കാൻ പോയാൽ ഇങ്ങനെയൊന്നാവൂല, കാണാണ്ടെന്നാവൂല, എല്ലാവർക്കും കാണാൻ പറ്റും. കാരണം ലോകം ഖുർആൻ ആദ്യം പഠിച്ചതും പഠിപ്പിച്ചതും പ്രവാചകനാണ്. ലോകത്തെ ഏറ്റവും വലിയ മാനവികത ഉയർത്തിപ്പിടിച്ച പ്രവാചകനും ഖുർആനാണ്. പ്രവാചകനും മുഹമ്മദ് നബിയാണ്. ലോകത്ത് സ്ത്രീകൾക്ക് അവകാശം വെച്ചു കൊടുത്തതാരാ? അല്ലേ? എല്ലാം ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും മുഹമ്മദ് നബിയാ. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില ആശയങ്ങൾ പഠിപ്പിച്ചു. ചോദിച്ചു, ഫമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണ്ടേ? ചില ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, അല്ലേ? കേൾക്കുമ്പോൾ വിചാരിച്ച് ശരിയാ, യുദ്ധം ചെയ്യണം. എന്ത് യുദ്ധം? ആരോട്? എങ്ങനെ? എവിടെ? മാനദണ്ഡങ്ങൾ പഠിക്കണ്ടേ ഇതിന്റെ, അല്ലേ? ഇസ്ലാമിൽ എപ്പാ യുദ്ധം ഉണ്ടായത്? ഇസ്ലാമിന്റെ പണി വാളെടുത്ത് നടക്കലേനും അല്ല, വാള് താഴ്ത്തി വെക്കലാ ഇസ്ലാമിന്റെ പണി, അല്ലേ? 13 വർഷം പ്രവാചക ജീവിതത്തിന്റെ 15 വർഷം, 23 വർഷത്തിൽ 15 വർഷം യുദ്ധമില്ലാത്ത സഹനത്തിന്റെ വർഷങ്ങളാ. ഇത് പഠിപ്പിച്ചു കൊടുക്കണം മനുഷ്യർക്ക്, അല്ലേ? ഇത് പറയില്ല. ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ബദർ ഉണ്ടായിട്ടില്ലേ? ബദർ എപ്പോഴാ ഉണ്ടായത്? അല്ലേ? ബദർ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 13 കൊല്ലം പാത്തും പതുങ്ങിയും മക്കയിലെ പൂച്ചക്കുട്ടികളെ പോലെ ജീവിച്ചിട്ടും അനുവദിച്ചിട്ടില്ല. മദീനയിലേക്ക് നാട് കടന്നു. അവിടെയും സമ്മതിക്കാത്തപ്പോൾ പ്രതിരോധം എന്ന നിലക്ക്, അങ്ങനെയാണല്ലോ അടിച്ചേമ തന്നെ അടിക്കുമ്പോൾ ഒന്ന് പ്രതിരോധിക്കുക എന്നുള്ള നിലക്ക് ഇസ്ലാം എടുത്ത ഒരു യുദ്ധമാണ് ബദർ. മണിക്കൂർ 4 ഉണ്ടായിട്ടുള്ളൂ, അത് അവസാനിച്ചു പോയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ആലോചിക്കുക. ഈ യുദ്ധം എടുത്തിട്ട് പറയാം ബദർ നടന്നില്ലേ? ഹന്തക്കുണ്ടായില്ലേ? ഹന്തക്കിൽ യുദ്ധം തന്നെ ഉണ്ടായിട്ടില്ല. ഉഹുദുണ്ടായില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ച് സാധാരണക്കാരായ നമ്മുടെ യുവാക്കളെ കൊണ്ടുപോകുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ എല്ലാ രൂപത്തിലും മതത്തെ കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മതത്തിന്റെ ശരിയായ ആശയാദർശങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുവാൻ നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇവിടെ നമ്മളൊക്കെ ഒന്നാണ്.
മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. മതം ചിലപ്പോ നമ്മൾക്ക് വ്യത്യാസമായിരിക്കും, ഇന്ത്യ രാജ്യത്ത് അല്ല, ലോകത്തെവിടെയും ആശയങ്ങൾ അത് ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല. അല്ലെ, പറഞ്ഞതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിനപ്പുറത്തൊരു സ്നേഹമുണ്ട് നമുക്കിടയിൽ. അല്ലെ, മലയാളത്തിന്റെ കവി പറഞ്ഞില്ലേ, പുഴയായ പുഴയെല്ലാം ഒഴുകുന്ന ദേശങ്ങൾ വേറെയാണെങ്കിലും പുഴയായ പുഴയെല്ലാം പുഴ തന്നെയാണ്. അതേപോലെ മലരായ മലരുകൾ മണമെല്ലാം വേറെയാണെങ്കിലും മലരായ മലരെല്ലാം മലരുകൾ തന്നെ. മനുഷ്യരായ മനുഷ്യരൊക്കെ മനുഷ്യർ തന്നെ. അല്ലെ, ഈ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കിയിട്ട് ഇവിടെ ആരാ ഇന്നേതുവരെ ജയിച്ചത്? ഇവിടെ ആർക്കാ സമാധാനമുണ്ടായത്? ഇവിടെ ആർക്കാ ശാന്തിയുണ്ടായത്? നോക്കൂ നിങ്ങൾ, തെരുവോരങ്ങളിൽ അനാഥ ബാല്യങ്ങൾ പേറേണ്ടി വരുന്ന എത്രയാളുകളുണ്ട് ഇവിടെ. ഇതെന്തിന്റെ പേരിലാ? നമ്മൾ ആലോചിക്കുക. മതം ഒരിക്കലും സംഘർഷമല്ല, മതം സമാധാനമാണ്. മതം പഠിപ്പിച്ചത് സമാധാനമാണ്, മതം പഠിപ്പിക്കുന്നത് സമാധാനമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് ഒരു വർഗീയതയും വേണ്ട. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ചിലരിത് പറയുമ്പോൾ പറയൂ, ഇവർക്കൊക്കെ പേടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എതിർക്കുന്നത്. പേടിച്ചിട്ടല്ല, ഉള്ളതേ പറയാവൂ. അല്ലേ, നമ്മൾ ആലോചിച്ചു, നിങ്ങൾക്ക് ഭയമാണ്, ഞങ്ങൾക്ക് ആ ഭയമില്ല, ഞങ്ങൾക്ക് തെറ്റ് തിരുത്തി ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലേ, ഒക്കെ പറയാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ പല രൂപത്തിലുള്ള പീഡനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടെ തന്നെ പറയാം. പക്ഷേ അതിന്റെ പേരിൽ തന്നെ ഒരു സംഘത്തിനെതിരെയും തിരിയുവാൻ, അന്യായമായി തിരിയുവാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല. ഇവിടെ അങ്ങനെയാണ്. ഇവിടെയുള്ള മാധ്യമങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു സൂക്കേടുണ്ട്. എന്താ, മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അത് എത്ര പർവ്വതീകരിക്കാന്ന് ആലോചിക്കുക. അല്ലെ, അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിട്ടിയത്. മോസ്കോയിൽ നിന്ന് വന്ന പാലക്കാട് നിന്ന് പെണ്ണ് കെട്ടിയപ്പോ അവര് പറഞ്ഞു, മോസ്കോയിൽ നിന്ന് പ്രാണസഖിയെ തേടി പാലക്കാടെത്തി. അറേബ്യയിൽ നിന്ന് കോഴിക്കോട് വന്ന് പെണ്ണ് കെട്ടിയപ്പോ പറഞ്ഞു, ദേ അറബി കല്യാണം, ഓടിക്കോളണേ, എല്ലാവരും പേടിച്ചോളണേ എന്ന്. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളൊക്കെ ഇപ്പൊ പറയാൻ പോവാ 16 പെണ്ണ് കെട്ടണം. അല്ലെ, ഒരാൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇസ്ലാമികമായിട്ട് പക്വതയും പാകതയുമുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ വിദ്യാഭ്യാസം നിന്നു എന്നൊരൊറ്റ മുസ്ലിമും വിശ്വസിക്കുന്നുമില്ല ലോകത്ത്. അല്ലെ, അത്രേ വിഷയമുള്ളൂ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്. വേറെ ഒന്നും ഇപ്പൊ ന്യൂസ് ഡെസ്കിൽ ഇല്ലാത്തപ്പോ പിന്നെ മുസ്ലിങ്ങളൊക്കെ അങ്ങനെയാണ്, 16ാമത്തെ വയസ്സിൽ തന്നെ +2 തന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവുകയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇങ്ങനെ സമൂഹത്തിനിടയിൽ ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗീയതകളെയും തിരിച്ചറിയുവാൻ മാനവ ഐക്യം അനിവാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിടയിൽ ഒരുപാട് പ്രവർത്തിക്കേണ്ട മേഖലയുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ലഹരി കടർന്ന് പിടിക്കുക ഇവിടെ. അല്ലെ, ലഹരി ഒരു ഭാഗത്ത് പടർന്ന് പിടിച്ച് എല്ലാവരും കുടിയന്മാർ തന്നെ. സ്കൂളിലെ 13ാമത്തെ വയസ്സ് മുതൽ കുട്ടികൾ കുടിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെ, 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുടിയ. എനിക്കറിയാം, എൻ്റെ സ്ഥലം കോഴിക്കോടാണെങ്കിലും ഞാൻ കുറെ വർഷമായിട്ട് ജീവിക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരടുത്താണ് മാഹി. മാഹിയിൽ മാത്രമല്ല, മാഹി എന്ന് പറയുന്ന ഒരു സ്ഥലം ദുനിയാവിൽ ഈ ലോകത്ത് പടച്ചവൻ ശപിച്ചൊരു സ്ഥലമാണ്. കാരണം കള്ളുടിക്കാനായിട്ട് ട്രെയിനിന് കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. കള്ളുടിക്കാൻ ട്രെയിനിന് കയറി വരിക, 10 റുപ്യ ലോക്കലിനുള്ളൂ. ലോക്കലിനൊക്കെ പൈസ കൂട്ടണമെന്ന് പറയണതാണ്. അല്ലേ, ഇത് കുടിച്ചിട്ട് അടുത്ത ലോക്കലിന് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകും. മാഹിക്കാരല്ല കുടിക്കുന്നത്. മലപ്പുറം ജില്ല മുതൽ ഒരുപക്ഷെ ഈ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇന്റർസിറ്റിക്ക് വന്ന് കുപ്പി വാങ്ങി വരുന്നവർ വരെ അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സമൂഹം. എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സും അവിടെ നിർത്തും. അതാണ്, ഇങ്ങോട്ടൊക്കെ വരുന്ന രാത്രി വരുന്ന ബസ്സുണ്ട്, ആ ബസ് നിർത്തിയിട്ട് വാങ്ങിയിട്ട് ഒരു പെട്ടി ഉണ്ട് അവർ കയ്യിലിട്ട് കഴിക്കുക. വാഹന അപകടങ്ങളുടെ കാരണം. അല്ലേ, എത്ര അപകടങ്ങൾ ഉണ്ടായി ഇവിടെ. കുടിക്കാത്തവരാരാ? ഇവിടെ സർക്കാർ പറഞ്ഞത് ബോധവൽക്കരണം നടത്തണമെന്ന. മുക്കിനുമുക്കെ വിദേശ മദ്യശാപ്പ് അനുവദിച്ചിട്ട് ബോധവൽക്കരണം നടത്തുകൊണ്ട് എന്ത് കാര്യമായി ഇവിടെ? ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു രാജ്യത്ത് സംസ്കാരം വേണോ എന്നാൽ അത് വാങ്ങരുത്, കൊടുക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്. മൂപ്പരെ പേരിൽ തന്നെ എഴുന്നേറ്റ് നിന്ന ഒരു സംഘം ആൾക്കാരുണ്ട് ഇവിടെ. രാവിലെ മൂപ്പരെ ഫോട്ടോയിന് ലൈറ്റ് ഇട്ടിട്ട് ബാറ് തുറക്കണ കുറെ ചങ്ങായിമാര്. പിന്നെ എവിടെ ഈ ലോകം നന്നാവുക? നമ്മളെടുത്ത് പരിശോധിക്കേണ്ട. മദ്യം വാങ്ങരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പ്രസംഗിക്കുകയും ഈ നാട്ടിൽ നവോത്ഥാനത്തിന്റെ ചിന്താഗതിയുമായി നടന്നു നീങ്ങിയ ശ്രീനാരായണ ഗുരു എന്ന് മഹാനവറുകളുടെ ചിത്രം വെച്ച് ബാർ തുടങ്ങിയ അബ്കാരി കോൺട്രാക്ടർമാരെ കൊണ്ട് ഗതികെട്ടൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മലയാള നാട്. കുടിയന്മാരെ കൊണ്ട് നടന്നുകൂടാ. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോ എന്തൊക്കെ രസങ്ങൾ ഉണ്ടാവും എന്നറിയോ? സമയം പോണതറിയില്ല, അത് വേറൊരു വിഷയം. അല്ലേ, എന്തൊക്കെ രസങ്ങളുണ്ടാവുക നമ്മൾ ആലോചിക്കണ്ടേ?
ഇവർക്ക് എവിടെയാ നിൽക്കണതെന്ന് ഓർമ്മ ഉണ്ടാവില്ല, എവിടെയാ ഛർദ്ദിക്കണതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതിനൊക്കെ ഒരു ഓമന പേരും വാല് വെക്കുക. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണ്ട. ഈ കുട്ടികൾ മുഴുവൻ കുടിക്കുക. ഇതൊക്കെ അനുകരണത്തിന്റെ ഭ്രമത്തിലേക്ക് പോവുക. മോഹൻലാൽ ചോദിച്ചു വൈകിട്ട് എന്താ പരിപാടി എന്ന്, കുറെ കുട്ടികളെ കുടിപ്പിച്ചു. ഇവിടെയുള്ള സാംസ്കാരിക നായകന്മാര്, സിനിമാ നടന്മാര്, കലാകായിക രംഗത്തെ സജീവരായിരിക്കുന്ന മാതൃകായോഗ്യരാവേണ്ട ആളുകള് ഇങ്ങനെ കുടിക്കാൻ കുപ്പി കൊടുക്കുന്ന ഒരു സംസ്കാരം പഠിപ്പിക്കുക. അല്ലെ? എന്നിട്ട് പറയാ എന്നിട്ട് പറയാ ഇത് ഞങ്ങളുടെ ഒരു ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ പറയുന്നതാണ്, ഞങ്ങൾ അങ്ങനെ പറയണതാണെന്ന് പറയാം. ഇങ്ങനെ ഒരു സംസ്കാരം സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ. അല്ലെ? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇവിടെ വേണ്ടാത്തതിന് ഒച്ചപ്പാടുണ്ടാക്കാൻ കുറെ ആൾക്കാരുണ്ട്. അല്ലെ? ഇവിടെ സ്ത്രീകളെ കുറിച്ച് ഊറ്റം കൊള്ളുന്ന ആളുകളുണ്ട്. പക്ഷേ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ നഗ്നതകളെ വിറ്റ് കാശുണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു പരസ്യ പലക ഈ ലോകത്തുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയേ. അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും ഉപഭോഗത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റിയവരെ, ഉപഭോഗത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റുക. കുടിച്ച് കൂത്താടി ഒരു സമൂഹത്തെ മുഴുവൻ അതിന്റെ പിറകിലേക്ക് കൊണ്ടുപോവുക. പിന്നെ മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞു, ലോകത്ത് രണ്ടമ്മമാരുടെ വിഷമം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അല്ലെ? എന്താ പറഞ്ഞത്? ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് ചന്ദ്രശേഖരന്റെ അമ്മയുമാണെന്നാണ്. 10,000ങ്ങളുടെ അമ്മയെ കണ്ണുനീരിലാക്കിയിട്ടുണ്ട് മോശമായ സന്ദേശങ്ങൾ ലോകത്തിന് കൊടുക്കുന്നതിലൂടെ. നിങ്ങൾക്ക് ഒരു പക്ഷേ കോടികൾ കിട്ടും, ലക്ഷങ്ങൾ കിട്ടും. അത് ഏറ്റെടുക്കാൻ ഇവിടെ യുവതലമുറയുണ്ട്. എന്തു പറഞ്ഞാലും ഏറ്റെടുത്ത് ഫ്ലെക്സ് ബോർഡ് വെച്ച് ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. മാനവികത മരവിച്ചു പോവുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഓടുക. അല്ലെ? കളിച്ചോട്ടെ, കളിക്കാരെ പിറകോടാൻ പാടില്ല. അവരുടെ സംസ്കാരം, അവരുടെ വേഷം, അവരുടെ ദേശം, അതിനെയൊക്കെ വേണ്ടിയിട്ട് ഓടുക. അല്ലെ? ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെയല്ല നമ്മൾ അവിടെ സ്വാർത്ഥത വെടിയണം, സ്വാർത്ഥത ഒഴിവാക്കണം. തലശ്ശേരിയിലെ ടൗണില് +2 പഠിക്കുന്ന 2 കുട്ടികൾ രാവിലെ തന്നെ വാഹനാപകടത്തിൽ പരിക്കേറ്റു. അവിടെ കിടന്നു 2 മണിക്കൂർ റോഡിൽ കിടന്ന് മരിച്ചുപോയി. നമ്മുടെ നാട്ടിലെ 100 കൂട്ടം സംവിധാനങ്ങൾ, മൊബൈൽ ഫോണില്ലാത്ത മനുഷ്യന്മാരില്ല ഇപ്പൊ. അല്ലെ? മൊബൈൽ ഫോൺ മാത്രം, ഫേസ്ബുക്കിലും വാട്സാപ്പിലും അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? എല്ലാവരും ചോദിക്കുന്നത് അത് തന്നെയാണ്. അല്ലെ? എല്ലാവരും ചെല്ലുന്നത് അത് തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ളൊരു കാലത്ത് 100 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞ് 2 ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുവാനുള്ള ബോധം പോലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഇത് മുജാഹിദുകളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. ഈ പറഞ്ഞതിലൊന്നും മുജാഹിദിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കൂ ഇതൊക്കെ. അല്ലെ? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കുടിച്ചു വരുന്ന ഒരു കുട്ടിയെ PTA മീറ്റിംഗിൽ വന്ന് ഒരു അച്ഛൻ പറഞ്ഞു, എൻ്റെ മകനെ താങ്ങിയെടുത്ത് വരാൻ എനിക്ക് വയ്യ, സ്കൂൾ വിട്ടാൽ ഒന്ന് വേഗം വീട്ടിലെത്താൻ പറയണം. എന്താ പരിപാടി? വെള്ളം അടിച്ച് കിടക്കുക എവിടെങ്കിലും. എന്താ കാരണം? ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയിൽ ആധുനിക സമൂഹം മറന്നുപോയി എന്തു പഠിപ്പിക്കണം, ഏതു പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച്. എല്ലാവർക്കും ഡോക്ടർ ആവണം, എല്ലാവർക്കും എഞ്ചിനീയർ ആവണം. അല്ലെ? കൊല്ലം ജില്ലയിലെ, മലപ്പുറം ജില്ലയിലെ ഒരു ഡോക്ടർ, സ്വന്തം അമ്മ കൊല്ലം ജില്ലയിലാ താമസം. 4 മാസം കഴിഞ്ഞു അമ്മ വീട്ടിലേക്ക് വരിക, മോൻ വീട്ടിലേക്ക് വരിക. എന്തിനാ വരുന്നത്? അമ്മേന്റെ അടുത്ത് കുറച്ച് വസ്തു ഉണ്ട്, അത് വിൽക്കണം. അത് വിൽക്കാൻ അമ്മയുടെ ഒപ്പ് വേണം. അതിനു വേണ്ടിയിട്ടാ. വന്നു നോക്കുമ്പോഴാ അറിഞ്ഞത് അമ്മ മരിച്ചു കിടക്കുന്നത് 45 ദിവസമായി ഈ വീട്ടിനകത്ത്. എന്തിനാ ഇതുപോലത്തെ ഡോക്ടർമാർ? മലയാളക്കരയിൽ നമ്മൾ വായിച്ചു, ഇതാ നമ്മുടെ മലയാളക്കരയുടെ സംസ്കാരമെങ്കിൽ ഈ സംസ്കാരത്തിനൊരു മാറ്റം വരാനും മനുഷ്യരായി കണ്ടുകൊണ്ടവരെ സ്നേഹിക്കുവാനും കഴിയുന്ന സ്നേഹത്തിന്റെ ജ്വാലകൾ ഈ മലയാളക്കരയിൽ ഉയർന്നു നിൽക്കണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. ആ മാനവികമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുവാനും ആ മാനവികതയെ ഉയർത്തിപ്പിടിക്കുവാനും ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർക്ക് സാധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, ഈ സ്നേഹവും ഐക്യവും, നമ്മൾ പല അഭിപ്രായ വ്യത്യാസവും ഉള്ളവരാവാം, പക്ഷേ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ രാജ്യത്തെ മുച്ചൂട്ടം തളിച്ചു വളർന്ന് മാനവികതയെ മരവിപ്പിച്ചു കളയുന്ന നിരവധി സാമൂഹിക തിന്മകൾ ഈ ലോകത്തുണ്ട്. ആ തിന്മകൾക്കെതിരെ പരസ്പരം കൈകോർത്തു നിൽക്കാൻ, അവിടെ മതം മറന്ന്, ജാതി മറന്ന്,
മനുഷ്യരെന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ അധാർമികതയ്ക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുന്നിൽ മാതൃകായോഗ്യരായ മനുഷ്യ സമൂഹമായി ജീവിക്കുവാൻ കഴിയുമാറ് പ്രവർത്തിക്കണമെന്ന വിനീതമായ ഒരഭ്യർത്ഥനയോടെ നമ്മൾ പിന്നെ നമുക്കൊന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാം. നമുക്കെപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം പണിയുവാൻ നമുക്ക് കഴിയണം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യം അതാണ്. അതുകൂടെ പറയാം. മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളക്കരയിൽ 1920കളിൽ നിർവഹിച്ച നവോത്ഥാന പ്രസ്ഥാനം, നവോത്ഥാനം എന്ന് പറയുന്നതാണ്. മഹാനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്ന് തുടങ്ങിയ ഈ നവോത്ഥാന സംരംഭം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു പ്രസ്ഥാനം. സ്വദേശാഭിമാനി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അറിയില്ലേ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായത് എങ്ങനെയാണെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയതിന് എല്ലാ പത്രങ്ങളിൽ നിന്നും പിടിച്ചു പുറത്താക്കിയപ്പോൾ എഴുതുവാനൊരു മേഖലയില്ലാത്ത ഒരു പ്രശ്നം വന്നപ്പോ അവിടെ എഴുതുവാൻ ഒരു പരവതാനി വിരിച്ചു കൊടുത്തത് വക്കം മൗലവിയാണ്. അങ്ങനെ ആ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രസിദ്ധനായത്. ചരിത്രത്തിൽ ഒരുപക്ഷെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ഓർമ്മിക്കപ്പെടുന്നത് കൂടുതലാണെങ്കിലും വക്കം മൗലവി സാഹിബ് അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ രാമകൃഷ്ണപിള്ള സ്മരിക്കപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. നവോത്ഥാനം എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തിന്റെ നാനോന്മുഖമായ വികസനത്തിന് വേണ്ടിക്കൊണ്ട് പ്രവർത്തിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും മുജാഹിദ് നേതാക്കന്മാർ നിറഞ്ഞു നിന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും പ്രവർത്തിച്ച ഒരുപാട് മൊയ്തു മൗലവിയെ പോലെയുള്ള, സീതി സാഹിബിനെ പോലെയുള്ള, MK ഹാജിയെ പോലെയുള്ള യതീംഖാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്ത് യതീംഖാന തുടങ്ങുമ്പോ താനൂർ കടപ്പുറത്തെ കോളറ ബാധിച്ച ഒരുപറ്റം കുട്ടികൾ ആരോരുമില്ലാതെ കഷ്ടപ്പെടുമ്പോ MK ഹാജി താനൂർ കടപ്പുറത്ത് നിന്ന് ആ കുട്ടികളെയും കൂട്ടി മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്ന് വരുമ്പോ ഉമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ഇതെങ്ങനെയായി ഈ കുട്ടികളെ വളർത്തുക? ഈ സമുദായം എങ്ങനെയാ അത് ഏറ്റെടുക്കുക? സമുദായം ഏറ്റെടുത്തു. യതീംഖാന എന്ന് പറഞ്ഞാൽ യതീം കുട്ടികളെ വഞ്ചിച്ചു കളയല. അതുകൊണ്ട് ആ പ്രവർത്തനത്തിന് പാടില്ല. ചെന്നെടുത്തുനിന്നൊക്കെ ആട്ടും തുപ്പും കൊടുത്തു. MK ഹാജി തളർന്നില്ല. ഇന്ന് മലപ്പുറം ജില്ലയിലെ തലയുയർന്നു നിൽക്കുന്ന PSMO കോളേജും യതീംഖാനയും ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സംഭാവനകളിലൊന്ന. ഇന്നിതെല്ലാവരും ഏറ്റെടുത്തു. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ നവോത്ഥാനം ലോകത്ത് നടത്തി, നന്മകൾ പരത്തി ഈ ലോകത്ത് മുന്നോട്ട് പോയി അല്ലേ? ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു നവോത്ഥാനം വേണ്ടിയിരിക്കുന്നു. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ജനറേഷനാണ് അല്ലേ? നമ്മുടെ കുട്ടികളാകെ പണി എന്താ? നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ പിറകോട്ട് പോവുക. നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പകാലത്തുള്ള കളികള് പലപ്പോഴും അവർ കളിച്ചിരുന്ന കളികള് മണ്ണപ്പം ചുട്ടും ചോറും കൂട്ടാനും വെച്ചും, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ കച്ചവടം വെച്ചും ഭാര്യയും ഭർത്താവും ഒക്കെയായി അഭിനയിച്ചുമൊക്കെ കളിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊരു നിർമ്മാണാത്മകമായ പ്രവർത്തന. ഇന്ന് നമ്മുടെ കളി എന്താ അല്ലേ? ഞാൻ ഇന്ന് ട്രെയിനിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എന്റെ ചുറ്റുവട്ടിലും ഇരുന്ന ചെറുപ്പക്കാരും മുഴുവൻ ഗെയിമിലാണ്. ഒന്ന് ചിരിക്കാൻ പോലും അവർക്ക് സമയമില്ല. സഹയാത്രികരോട് ചിരിക്കാൻ സമയമില്ലാത്ത, ഒരു വർത്തമാനം പറയാൻ, അങ്ങനെ ഒരു പരിചയം പുതുക്കാൻ പോലുമില്ലാതെ അവർ തിരിച്ചും മറിച്ചും ആൻഡ്രോയിഡ് സെറ്റുകളിലൂടെ വിരലുകളെ വിസ്മയം കൊള്ളിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ചെറുപ്പക്കാർ അല്ലേ? എന്നിട്ട് ചോദിക്കുക, നീ എത്ര ആളെ കൊന്നടാണ്? ചോദ്യം അതാണ് അല്ലേ? കൊല്ലണ ഗെയിമാണ്. ഒരാളുടെ ഊരക്ക് ചവിട്ടി താഴെട്ടാൽ ഓൻ ജയിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ഇങ്ങനെ ഒരു കളിയുണ്ടോ? കൂടുതൽ കൊല്ലുന്ന ആൾക്കാർ ജയിക്കുക. ഞാൻ 50 ആളെ കൊന്നു, നീ 50 ആളെ കൊന്നിട്ടുള്ളൂ, ഞാൻ ഇന്നലെ 150 ആളെ കൊന്നിരുന്നു. ഊറ്റം പറച്ചൽ. ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന, ഇങ്ങനെ നാശം വരുത്തുന്ന ഒരുതരം പാശ്ചാത്യര് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലെ ഇരകളായി മാറും. അമേരിക്കയിലെ 100 കുട്ടികളെ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ഇട്ടു. അതിൽ 60 കുട്ടികൾ, 60% അമേരിക്കയിലെ ഇന്നത്തെ ക്രിമിനലുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കമ്പ്യൂട്ടർ ഗെയിമുകൾ മാത്രം കളിച്ചിട്ട് അല്ലേ? നമ്മുടെ കുട്ടിയൊക്കെ എന്തിനാടാ താല്പര്യം? എന്തിനെക്കുറിച്ച് അവർക്കറിയാം? അവർക്കറിയാവുന്ന പ്രവർത്തനം എന്താ? അവർക്കറിയാവുന്ന മേഖല എന്താ?
അവർക്ക് സ്വാമി വിവേകാനന്ദൻ അറിയില്ല, ശ്രീനാരായണ ഗുരുവിനെ അറിയില്ല. അവരാരായാലും അവർക്കെന്താ? അല്ലെ, പ്രവാചകന്മാരെ അറിയില്ല, ചരിത്രം അറിയില്ല, ഈ ലോകത്തിന്റെ ഇന്നലകളെ കുറിച്ചറിയില്ല, തന്നെ പ്രസവിച്ച മാതാവിന്റെ വേദനകൾ അറിയില്ല. അവിടെ തന്റെ മാതാവായാലും തന്റെ സമൂഹമായാലും തനിക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒരവസരം കിട്ടിയാൽ അവിടെ അവൻ പോകും. ഈ കഥ നമ്മൾ വായിച്ചത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ അടുത്താ. ഈ കഥ വായിച്ചത് പുരാതന ഗ്രീക്ക് സംസ്കാരത്തിലാ. ഈ കഥ വായിച്ചത് സാംസ്കാരികത തൊട്ടുതീണ്ടാത്ത പാശ്ചാത്യന്റെ പുരകളിലാ. അല്ലെ, ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറയുന്ന കഥകളിലാ. എന്താ അല്ലെ, എല്ലാം അനുവദിച്ച അമേരിക്കയുടെ ഗതികേടിലേക്ക് നമ്മുടെ രാജ്യവും പോവാൻ പോവാണ്. അല്ലെ, എവിടെയാ സമാധാനം? കുടുംബ തകർച്ചകൾ, കൂട്ടാത്മഹത്യകൾ, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. അല്ലെ, ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. സമാധാനത്തിന്റെ ഗേഹങ്ങളാവേണ്ട വീടുകൾ, അവിടെയൊക്കെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന ഒരവസ്ഥ. ഇങ്ങനെ സമൂഹത്തിന്റെ സമൂലമായ പ്രശ്നങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഇതിനൊരു പരിഹാരം ആവശ്യമാണല്ലോ. ഈ പരിഹാരമാണ് ദൈവിക വചനത്തിലേക്ക് മനുഷ്യർ തിരിച്ചു നടക്കുക എന്ന് പറയുന്നത്. എങ്ങനെ ലോകത്തിന് സാമൂഹിക ബോധമുണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക. അല്ലെ, കാക്ക എന്ന് പറയുന്ന പക്ഷി, അതിന് കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെ, ഇപ്പൊ തന്നെ പലതും ആളുകൾക്ക് അറിയില്ല. വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്ത് മൈന എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കറിയാം. മൈനേനെയൊക്കെ പറഞ്ഞാൽ ഇടങ്ങാറായി പോകും. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾ അതിശയൊന്നും കൂറണ്ട. ലോകത്തിന്റെ സ്ഥിതി അത് അറിയില്ല കുട്ടികൾക്ക്. കുട്ടിയൊക്കെ അറിയണത് ലെയ്സ്, പിന്നെ ഓർലിക്സ്, നീളം വെക്കുന്ന കോംപ്ലാൻ, ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന്റെ പേര് അവർക്കറിയുള്ളൂ. ഇങ്ങനെ പോകുന്നൊരു സമൂഹം, അല്ലെ, തിന്നുന്നതിനെയും കുടിക്കുന്നതിനെയും കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വരിക. സാമൂഹിക ബോധമില്ല. ഒരു കാക്കക്കൊരു അപകടം പറ്റിയ മറ്റ് കാക്കകൾ കരഞ്ഞ് ബഹളം വെക്കും. നമ്മൾ കണ്ടതാ അത്. ലോകത്ത് ഒരു പ്രകൃതിയാത്. പക്ഷെ നമ്മുടെ നാട്ടിലോ കണ്ടാൽ കണ്ടവാർ നടിക്കില്ല. സാമൂഹിക ബോധമില്ല. എല്ലാവർക്കും ഇല്ല എന്നുള്ളതല്ല, ന്യൂ ജനറേഷൻ എന്നിട്ട് പറയും ഇതൊക്കെ ഞങ്ങളുടെ ന്യൂ ജനറേഷൻ കൾച്ചറാണ്, ഇത് ഓൾഡ് ജനറേഷന്റെ കൾച്ചറാണ് എന്ന് പറഞ്ഞാൽ സംസ്കാരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാട്ടാളത്തെ മാത്രം താണ്ടി ജീവിച്ച കാട്ടു കൗര്യങ്ങളുടെ കാട്ടു സമൂഹത്തിന്റെ സംസ്കാരങ്ങളാണ് ഇതൊക്കെ. ന്യൂ ജനറേഷന്റെ സംസ്കാരമൊന്നുമല്ല. അല്ലെ, എന്നിട്ട് ഇവര് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതാ, പരിശുദ്ധ ഖുർആൻ പറയുന്നതാ, നിങ്ങൾ ഈ സാമൂഹിക ബോധം ഏറ്റെടുക്കണം, നിങ്ങൾ ഈ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഫലക് തഹമല്ലഖബ വമാ അദ്റാക മല്ലഖബ ഫക്കു റഖബ ഔ ഇത്ആമൻ ഫീ യൗമിൻ ദീ മസ്അബ യതീമൻ ദാ മക്റബ ഔ മിസ്കീനൻ ദാ മത്രബ. നിങ്ങൾ മലമ്പാതകൾ താണ്ടിക്കടന്നിട്ടില്ലേ? ഏത് മലമ്പാതകളാ താണ്ടിക്കടക്കേണ്ടത്? ഏത് ഭാഗങ്ങളാണ് താണ്ടിക്കടക്കേണ്ടത്? ഏത് മലമ്പാതകൾ താണ്ടിക്കടക്കണം? ഫക്കു റഖബ. ഈ നാട്ടിലെ നിലാരംഭരായ, അല്ലെ, എറണാകുളം ജില്ലയിൽ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, മുരുകൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട്. മുരുകൻ, എറണാകുളം ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുരുകൻ സാധുക്കളുടെ അത്താണിയാണ്. തെരുവോരത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് ഭക്ഷണം കൊടുത്ത് നിറനെറ്റിയിലൊരു ചുംബനം നൽകി രാത്രി സമയങ്ങളിൽ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ എറണാകുളം ജില്ലയിലെ എത്ര ആളുകൾ അറിഞ്ഞു എന്നെനിക്കറിയില്ല. ശ്വേതാമേനോനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ അറിയാത്ത ഒരൊറ്റ കുട്ടിയും ഇവിടെയില്ല. നന്മയെക്കാളും തിന്മക്ക് സ്ഥാനം പിടിക്കുന്ന, വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയും കല്യാണങ്ങൾ ആർഭാടങ്ങളും പൊങ്ങച്ചങ്ങളുമായി നടക്കുമ്പം തെരുവിലെ ആരോരുമില്ലാത്ത അമ്മമാരുടെ അത്താണിയായി വിവാഹ സദ്യയൊരുക്കി അവർക്ക് കൊടുത്ത മുരുകൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അല്ലെ, അശരണരുടെ മോചനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക, സാധുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ഔ യതീമൻ ദാ മക്റബ, അടുത്തിരിക്കുന്ന അനാഥകളെ സംരക്ഷിക്കുക, ആരോരുമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. യതീമൻ ദാ മക്റബ ഔ മിസ്കീനൻ ദാ മത്റബ, മണ്ണു പുരണ്ട് പ്രയാസപ്പെടുന്ന, പഠിക്കുവാൻ പഠിക്കുവാൻ പണമില്ലാതെ വിദ്യാഭ്യാസം തടയപ്പെട്ട എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ.
അല്ലെ? അവർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പടപൊരുതുന്ന, അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സന്നദ്ധരാവുവാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ഖുർആൻ ആവശ്യപ്പെടുന്നു. ഈ നന്മ ലോകത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹിക നന്മയിൽ ഒന്നിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് മതം മാനവികത നവോത്ഥാനം എന്ന ശ്രദ്ധേയമായ പ്രവർത്തനം മുജാഹിദ് പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തത്. ഞങ്ങളിത് വന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയായി നാളെ രാഷ്ട്രീയത്തിന് വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വരില്ല, ഒരിക്കലും വരില്ല, അല്ലെ? എന്നും പറഞ്ഞ ആദർശം മുജാഹിദ് പ്രസ്ഥാനം അന്നും പറഞ്ഞത് ഇത് തന്നെയാണ്. മതം മനുഷ്യ നന്മക്ക് സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചപ്പോഴും, ഇസ്ലാം നീതിക്ക് നന്മക്ക് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചപ്പോഴും, അല്ലെ, സൃഷ്ടാവിലേക്ക് സമാധാനത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം കാലാകാലങ്ങളിലായി ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു പ്രതിഫലവും ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനെങ്കിലും ഈ വാക്കുകളെ കൊണ്ട് നന്നാവുകയാണെങ്കിൽ ഈ സമ്മേളനം വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി നാളെ പരിണമിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് സംഭാവനയ്ക്ക് വരുമെന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. തികച്ചും ആത്മാർത്ഥതയുടെ, തികച്ചും നിഷ്കളങ്കതയുടെ മനോഹരമായ ഇസ്ലാമിക ദഅവ പ്രവർത്തനം, പ്രബോധന പ്രവർത്തന വീഥിയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ഈ മഹാസംഗമത്തിലേക്ക്, സ്നേഹസംഗമത്തിലേക്ക്, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുതിയ അന്തരീക്ഷങ്ങൾ തീർക്കുന്ന 4 നാളുകളിലേക്ക് ജാതി മതവർണ്ണ വ്യത്യാസമന്യേ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട്, ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊണ്ട്, എന്റെ വാക്കുകൾ ശ്രവിച്ചു നിന്ന ഈ മൂവാറ്റുപുഴയിലെ മുഴുവൻ ജനങ്ങളോടും ഈ മനോഹരമായ രാത്രിയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.